പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫസ്റ്റ് കൺസൈൻമെൻറ്റിന് ഞങ്ങൾക്ക് ഫെയിലിയറായി. 1 കിലോയിൽ മുകളിൽ ഗോൾഡ് ഞാൻ അയാളുടെ വിൽക്കേണ്ടി വന്നു. അതുവരെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്സിന്റെ ബോണ്ട് നഷ്ടപ്പെടുവാണ് ബിസിനസ്സിൽ. 2000-3000 ദിർഹംസ് എല്ലാ മാസവും അവൻ്റെ നിൽക്കിയിരിപ്പുണ്ടാവും. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് രാത്രികളിൽ ഞാൻ പോയിട്ട് ആ ഫണ്ട് വാങ്ങാറുണ്ട്. ശരിക്കും ഗോൾഡിലെ ഈ സ്കീംസ് ഒക്കെ ശരിക്കും നല്ലതാണോ? ഇപ്പുറത്തെ സൈഡിൽ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സംഭവം ഒരു വല്ലാത്തൊരു ഫീലാണ്. കാര്യം അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ എന്താ പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് അതാണ്. കാര്യം 200 എംപ്ലോയീസ് ഉണ്ട്, എത്ര ടേൺ ഓവർ ചെയ്യുന്നുണ്ട്? അതൊരു കമ്പൽസറി ചോദ്യമായിട്ട് സ്പാർക്കിലെ കോടി. സ്പാർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വ്യക്തിയാണ്. തൻ്റെ വാപ്പച്ചിയുടെ ലെഗസി കളയാതെ കാത്തു സൂക്ഷിച്ചൊരു മനുഷ്യൻ, കരുനാഗപ്പള്ളിക്കാരനായ ഷെഫീഖ് ജി. സ്വാഗതം ഷെഫീഖ് ജി. ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞേക്കാം, AGD എന്ന് പറയുന്ന വലിയ ബ്രാൻഡിൻ്റെ സ്വർണ്ണ വ്യവസായ രംഗത്ത് ഇന്ന് അറിയപ്പെടുന്ന 10 ബ്രാൻഡുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നല്ലൊരു പൊസിഷൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു ബ്രാൻഡിൻ്റെ സാരഥിയാണ്. വളരെ സന്തോഷം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ എത്തിയതിന്. കരുനാഗപ്പള്ളിയിലാണ് സ്വദേശം എന്ന് പറഞ്ഞു. എവിടെയാണ് ജനിച്ചത് വളർന്നൊക്കെ? അവിടെ തന്നെയാണ്. കരുനാഗപ്പള്ളി തഴവ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചതും വളർന്നതൊക്കെ. പഠിത്തവും കാര്യങ്ങളൊക്കെ തഴവ സ്കൂൾ അവിടെ തന്നെയായിരുന്നു. സ്കൂൾസ് എല്ലാം അവിടെ തന്നെയായിരുന്നു, നാട്ടിൽ തന്നെയായിരുന്നു. പിന്നെ എന്താ പഠിച്ചത്? ഞാൻ ആക്ച്വലി കോളേജസ് കായംകുളം MSN കോളേജിൽ നിന്ന് കോളേജിലാണ് പഠിച്ചത്. പ്രീ ഡിഗ്രി ഞാൻ മാത്സ് ആയിരുന്നു. അതിനുശേഷം ബാംഗ്ലൂർ MCA ചെയ്തു, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബാംഗ്ലൂരിൽ നിന്ന് പഠിച്ചു. മാത്സ് പഠിച്ചതിന്റെ കൂടെ ഇപ്പൊ കണക്ക് കൂട്ടാനുണ്ടല്ലേ? തീർച്ചയായിട്ടും കണക്കൂട്ടലുകൾ മാത്രമാണ് ജീവിതം. നമ്മൾ കണക്കൂട്ടി തന്നെ മുന്നോട്ട് പോകും. അതെ. നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു വാപ്പച്ചിയുടെ ലെഗസി കാത്തു സൂക്ഷിക്കുന്ന ഒരു മകനാണെന്ന്. ബിസിനസ്സിൽ ആദ്യം വരുന്ന വാപ്പച്ചിയാണ്. അതെ. എന്തായിരുന്നു ബിസിനസ്? തീർച്ചയായിട്ടും വാപ്പച്ചി ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. എന്നാൽ തന്നെ വാപ്പച്ചിയുടെ ഗ്രാൻഡ് ഫാദർ ഒരു ബിസിനസ്സുകാരനായിരുന്നു, പഴയ മലഞ്ചരക്ക് ബിസിനസ്സുകാരനായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെ ബ്ലഡിലും അതുണ്ട് എന്ന് കച്ചവടമുണ്ട്. അപ്പം വാപ്പച്ചിയും വാപ്പച്ചിയുടെ 3 ബ്രദേഴ്സും, അവർ 4 ബ്രദേഴ്സാണ്, അവർ 4 പേരാണ്. അവരാണ് ഈ ബിസിനസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യണം. അവരെല്ലാവരും ഗവൺമെൻറ് ജോലിയുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ എന്നാൽ തന്നെ എൻ്റെ വാപ്പാൻ്റെ മനസ്സിൽ ഉദിച്ച കാര്യമാണ് അത്. അവരെല്ലാവരും തീരുമാനമെടുത്തു ചെയ്തൊരു സ്ഥാപനമാണ്. ആക്ച്വലി 2000-ലാണ് ഞങ്ങൾ ആക്ച്വലി ഈ കൊല്ലത്ത് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ചെറിയ പ്രീമൈസസിൽ അന്നത്തെ കാലത്ത് സ്റ്റാർട്ട് ചെയ്തു. എത്ര സ്ക്വയർ ഫീറ്റിലാണ് തുടങ്ങുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു 200, 300, 400 സ്ക്വയർ. എനിക്ക് കറക്റ്റ് പറയാൻ കിട്ടില്ല. വളരെ ചെറിയൊരു രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷെഫീഖ് ജി ഇതിനകത്തേക്ക് എത്തുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. അത് ഞാൻ ആക്ച്വലി ഓൺ ഓഫ് ആണ്. അതായത് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്താണല്ലോ. ആ സമയത്തൊക്കെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈം ഡ്യൂട്ടി. അപ്പോൾ അതിനിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ജസ്റ്റ് എൻ്റെ ഉദ്ഘാടന സമയം ഒക്കെ ആയിട്ട് പോകാറുണ്ട്, അല്ലാണ്ട് കാര്യമായിട്ട് പോകാറില്ല. അപ്പം ഫാദറിൻ്റെ ജോലി, നമ്മൾ പഠിത്തം, ഫാദറിൻ്റെ ബ്രദേഴ്സ് ആക്ച്വലി ഇതുമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. ബിഹൈൻഡ് ദ കട്ടനിൽ ഫാദറുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ ഈ പറഞ്ഞതിനോട്ടുള്ള കാര്യങ്ങളൊക്കെ, ആ ഗൈഡ് ലൈനും കാര്യങ്ങളൊക്കെ പോകുന്നതും ഒക്കെ ഫാദറിലൂടെ ആയിരുന്നു. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം MCA കഴിഞ്ഞിട്ട് ഫാദറിന്റെ ബിസിനസ്സിലേക്ക് പോയില്ല, സ്വന്തമായിട്ട് തുടങ്ങാൻ തീരുമാനിച്ചു പോയോ? കാര്യമായിട്ട് അതിലോട്ട് പോയില്ല. കാര്യം അതൊരു ഫാമിലി ബിസിനസ് ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടേതായ ഒരു വഴി എപ്പോഴും നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുമല്ലോ. കുറച്ചു കാലം വാപ്പാൻ്റെ കക്കി കാണുമ്പോൾ അതിനോട് താല്പര്യം വന്നു. പോലീസിലോട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ടെസ്റ്റൊക്കെ എഴുതി. പക്ഷേ അതിലോട്ട് പോയില്ല. കാര്യം അത് വേണ്ടാന്ന് വെച്ചു. കാര്യം അതല്ല നമ്മളുടെ പാഷൻ. അതല്ല ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ എന്തായാലും ജോയിൻ ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ആക്ച്വലി അതിലോട്ട് പോയില്ല. പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്സ് ഒരു വലിയ ബോണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കോളേജ് മുതൽ ഈവൻ നമ്മൾ PG ചെയ്യുന്നത് ബാംഗ്ലൂരൊക്കെ ഫ്രണ്ട്സ് ഒരുമിച്ചുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ പഠിച്ചതും. എല്ലാവരും ഒരേപോലെ തന്നെ പഠിച്ചു വളർന്നു. ഒരേ സ്ഥലത്തുണ്ടായിരുന്നു, ഒരേ കോളേജ്, ഒരേ റൂംമേറ്റ്സ് എല്ലാം ഒരുമിച്ചായതുകൊണ്ട് ഒരു ബോണ്ട് വലുതായിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിൽ. അപ്പം തീർച്ചയായിട്ടും വാട്ട് ഈസ് നെക്സ്റ്റ്, പഠിത്തം കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമല്ലോ. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ പോകണ്ട, പരസ്പരം എല്ലാവർക്കും എന്താ പറയുക ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചത്. ബിസിനസ് തുടങ്ങാൻ കാര്യം അതിനകത്ത് ആരും അങ്ങനെ ജോലിക്ക് പോകണം എന്നൊരു കുറച്ച് പേരൊക്കെ ക്ലോസ് ഫ്രണ്ട്സിൽ 1-2 പേര് ഞങ്ങൾ ചിന്തിച്ചു. അങ്ങനെ ഞങ്ങൾ 5 പേരോട് ചേർന്നിട്ടാണ് ആദ്യത്തെ സംരംഭം എന്ന് പറയുന്നത്. ഞങ്ങൾ 2003-2004 കാലഘട്ടത്തിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ആക്ച്വലി ഒരു എക്സ്പോർട്ടിങ് ബിസിനസ് ആയിരുന്നു. ഞങ്ങൾ ആക്ച്വലി കൊച്ചിയിൽ തമ്മനത്തൊരു ഓഫീസ് എടുത്തു. അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ അതിനകത്ത് ഒരു പാർട്ട്ണറുടെ അങ്കിൾ ആക്ച്വലി പുള്ളി സൗദി ബേസ്ഡ് ആയിരുന്നു. പുള്ളിയാണ് ഞങ്ങൾക്ക് അങ്ങനെ തോട്ട് തന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ സംഭവം സ്റ്റാർട്ട് ചെയ്താൽ നന്നായിരിക്കും. അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി. സ്വാഭാവികമായിട്ടും നമുക്കത് വളരെ നന്നായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ആക്ച്വലി അതിൻ്റെ
മെയിൻലി സ്പെയർ പാർട്സും കുറേ കൈൻഡ് ഓഫ് ഈ ഇൻഡസ്ട്രിയൽ ടൂൾസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഇന്ത്യയിൽ തന്നെ സോഴ്സ് ഔട്ട് ചെയ്യാൻ പറ്റി. അത് ആക്ച്വലി ലുധിയാന എന്ന് പറഞ്ഞ സ്ഥലം, പഞ്ചാബിൽ ലുധിയാന ആയിരുന്നു സോഴ്സിങ് പ്രൈസസ്. അതെല്ലാം ഞങ്ങൾ സോഴ്സ് ചെയ്തു, അത് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു. വളരെ സന്തോഷം. കാര്യം ആദ്യത്തെ സംരംഭം നമ്മളെ ഇത് 24 വയസ്സ് ആ സമയമാണ്. നിങ്ങൾ 5 പേരുടെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. 10-60 ലക്ഷം രൂപ മേഖല അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ്, കാര്യം പഠിക്കുന്ന കാലഘട്ടത്തിൽ കാര്യമായിട്ട് പൈസ നമ്മുടെ ഉണ്ടാവില്ലല്ലോ. അത് അപ്പൻ്റെ കയ്യിൽ നിന്ന് തന്നെ എല്ലാവരും അവരവരുടെ പേരൻസിൻ്റെ തന്നെ ഫണ്ട് വാങ്ങിയത്. എല്ലാവർക്കും മക്കളെ വിശ്വാസമായിരുന്നു രക്ഷപ്പെടുമെന്ന്. ആദ്യം നമ്മൾ പറയുമ്പോൾ നമുക്ക് ബിസിനസ് കാര്യം ജോലി ചെയ്യാൻ പോകുന്നില്ല എന്നൊരു ഡിക്ലറേഷൻ വന്നപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അടുത്തത് ബിസിനസ് ആണല്ലോ. അപ്പോൾ ഈ ഫ്രണ്ട്സ് സർക്കിളിനോട് എനിക്ക് തോന്നുന്നു എൻ്റെ വാപ്പാനും പോസിറ്റീവാണ് ഒരു തോട്ടായിരിക്കും വന്നേക്കണേ. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പം അതിനോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പോവുകയാണ്. നെഗറ്റീവ് പറഞ്ഞില്ല. അപ്പം ഇത്ര പൈസ വേണം, ഓക്കെ പൈസ തന്നു, കാര്യങ്ങൾ നീക്കി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫസ്റ്റ് കൺസൈൻമെൻറ്റ് തന്നെ ഞങ്ങൾക്ക് ഫെയിലിയറായെന്ന് വെച്ചാൽ അവിടെ മൂപ്പർക്ക് എന്തോ അറിയില്ല ഇന്നും ഞങ്ങൾക്ക് അതിൻ്റെ സത്യം അറിയത്തില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അവിടെ ഈ അയാൾക്കെന്തോ സാമ്പത്തിക ബുദ്ധിമുട്ട് അവിടെ സൗദിയിലുണ്ടായി, ഗവൺമെൻറ് തലത്തിൽ എന്തോ ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷേ അത് ഞങ്ങളുടെ എന്താ പറയുക, നമ്മളുടെ സ്വപ്നം അവിടെ ആക്ച്വലി പാതി വഴിക്ക് നിൽക്കുക. പാതി വഴിക്ക് തുടക്കത്തിലേ നിൽക്കുമായിരുന്നു, പാതി വഴിയല്ല. സ്റ്റാർട്ടിങ് ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇവിടുന്ന് ആ കണ്ടെയ്നറൊക്കെ കയറി പോകുമ്പോൾ ഞങ്ങൾ അതിനെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാര്യം ഒരു വല്ലാത്ത ഫീലായിരുന്നു. കാര്യം നമ്മളുടെ ഫസ്റ്റ് കൺസേൺ ഒരു സ്വപ്നമാണല്ലോ. പ്രത്യേകിച്ച് ഫ്രണ്ട്സ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് വളരെ വ്യത്യസ്തമാണല്ലോ. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണ കണ്ടെയ്നർ ഇങ്ങനെ ഞങ്ങളുടെ പിന്നാലെയുണ്ട് അതിന്റെ പിന്നാലെയുണ്ട്. കാര്യം ഇത് പാക്കിങ് ചെയ്യുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ട് ലാസ്റ്റ് കണ്ടെയ്നർ എന്താണ് എൻ്റെ പ്രോസസ്സ് പോലും ഞങ്ങൾ അന്ന് പഠിച്ചു. കാര്യം ഈ കണ്ടെയ്നർ എങ്ങനെ പോകുന്നതൊക്കെ എനിക്ക് ആ പ്രോസസ്സൊക്കെ മനസ്സിലായ കാലഘട്ടം അത്. പക്ഷേ പോയി അത് നമുക്കൊരു 30 ഡേയ്സിനുള്ളിൽ പേയ്മെൻറ്റ് വരുമെന്ന് വിചാരിച്ചത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി വന്നില്ല. പിന്നെ കാര്യം ഈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 60 lakhs അറൗണ്ട് മുടക്കി. ആ ഫണ്ട് മൊത്തത്തിൽ ഇല്ലാണ്ടായ ഒരു അവസ്ഥയാണ്. കിട്ടി, അത് കാലത്തിന് ശേഷമാണ് കിട്ടിയത്. പക്ഷെ അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ സ്വപ്നങ്ങൾ ഒരു പാതി വഴിയിലോട്ട് പോകുന്ന രീതിയിലായി. ഇതിനകത്ത് എല്ലാവർക്കും അങ്ങനെ നിൽക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അതിനകത്ത് പ്രഷർ, എനിക്ക് തോന്നുന്നു പ്രഷറിനായിട്ടുപരി എല്ലാവർക്കും അവരുടെ കരിയറിനെ കുറിച്ചൊരു തോട്ടുണ്ടാവുമല്ലോ. കാര്യം അതിനകത്ത് സ്വാഭാവികമായിട്ടും വെറുതെ നമ്മൾ ഇനി ഒരു ഫണ്ട് എടുക്കാൻ അതിനകത്ത് പലർക്കും ഫണ്ട് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ജോലിക്ക് പോകാം. അങ്ങനെ ഒരാൾ ദുബായിക്ക് പോകുന്നു. നിങ്ങൾ 5 പേര് സംരംഭകമോഹം പയ്യെ ഉപേക്ഷിക്കുകയാണ്. പാതി വഴിക്ക് ഉപേക്ഷിച്ചു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ തന്നെയും അതിനകത്ത് സെറ്റ് ബാക്ക് ഉണ്ടായല്ലോ. അപ്പം ഡെഫിനറ്റ്ലി അതിനകത്ത് 2 പേര് അതിനകത്ത് നിന്ന് ജോലിക്ക് പോകാം എന്നുള്ള തീരുമാനമെടുക്കുന്നു. ബാക്കി ഞങ്ങൾ 3 പേരാണ്. ഇനി എന്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള പലരും ഞങ്ങളോട് പഠിച്ച പലരും അപ്പോഴത്തേക്ക് ദുബായിലൊക്കെ പോയി ബിസിനസ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതെ. അപ്പോൾ എനിക്കൊരു ബാക്കപ്പ് ഉണ്ട്. ആക്ച്വലി എൻ്റെ മനസ്സിലൊരു ബാക്കപ്പ് ഇതുണ്ട്. എന്നാൽ തന്നെയും പാപ്പാൻ്റെ ബിസിനസ് ഉണ്ട്. പക്ഷെ എന്നാൽ തന്നെയും അതൊരു എന്താ പറയുക, അതിനോട് ആദ്യം നമ്മൾക്ക് എന്തെങ്കിലും നേടണം, അല്ലെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യണം, നമ്മൾക്കൊരു ഓൺട്രപ്രനർ ആവണം, നമ്മൾ ഓൺ വഴിയാണല്ലോ എപ്പോഴും ആഗ്രഹിക്കുക. അങ്ങനെയാണ് നമ്മളതിന് ചിന്തിച്ചതും. അങ്ങനെയാണത്. പിന്നെ ഏറ്റവും വലിയ കാര്യം ഫ്രണ്ട്സിൻ്റെ ഒരു ബോണ്ട്. ആ ബോണ്ട് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻറ്റ്. കാരണം ആ ഒരു കിട്ടുന്ന സുഖം നമുക്ക് ചിലപ്പം വേറൊരിടത്തും കിട്ടില്ല എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്തുമായിരിക്കും നമ്മളത് ചെയ്യുന്നത്. പക്ഷേ പിന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു. ദുബായിലെ ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനൊരു എന്താ പറയുക അടുത്ത എന്ന് വെച്ചാൽ ദുബായ് എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ഇന്റർനാഷണൽ ഹബ്ബാണല്ലോ. നമുക്കൊരു ഒരു ദുബായ് എന്ന് പറഞ്ഞാൽ പലരുടെ സ്വപ്നമാണല്ലോ. നമ്മളും കാണുന്നതാണല്ലോ. ഇവിടുന്ന് ദുബായിലാണല്ലോ പലരും സ്വപ്നങ്ങൾ ഇല്ല പറഞ്ഞുകൊണ്ട് അവരുടെ പൂവണിഞ്ഞിട്ടുള്ള സ്ഥലം ദുബായിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ദുബായ്ക്ക് അങ്ങനെ 2006 ലാസ്റ്റ് 2006 ഡിസംബറിലാണ് ഞാൻ ദുബായ്ക്ക് പോകുന്നത്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. അവിടെ പോയി ഞങ്ങളുടെ ഫ്രണ്ട്സോട് ഡിസ്കസ് ചെയ്തു. അവിടെ എൻ്റെ ഫ്രണ്ടോട് ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾ ആക്ച്വലി അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ അപ്പോൾ അവൻ ആക്ച്വലി കുറേ കാര്യങ്ങൾ സംസാരിച്ചു. നമുക്കിങ്ങനെ 1-2 കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ തീർത്തും വ്യത്യസ്തമായ, ഞാനിപ്പോൾ പഠിച്ച സോഫ്റ്റ്വെയർ ആണ്, പക്ഷെ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു ബിസിനസ്സാണ് നമ്മൾ തുടങ്ങിയത്. കാര്യം ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനി, അതെന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷൻ്റെ കോൺട്രാക്റ്റിംഗ് കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അതിന് ഫണ്ട് വാപ്പാൻ്റെ തന്നെ, വേറെ മാർഗ്ഗമില്ല. വാപ്പാനെ കൺവിൻസ് ചെയ്തു ഇങ്ങനെ ദുബായിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് ആക്ച്വലി നല്ലതാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ടെക്നിക്കലി ഇത് കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ജോബാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആക്ച്വലി അവനോട് വർക്ക് ചെയ്യുക. അപ്പം അവനെ ഫുൾ ടൈം അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമില്ല. ഞങ്ങൾക്കാർക്കും ബാക്കിയുള്ള ഫ്രണ്ട്സിനൊന്നും ഇതിനകത്ത് ടെക്നിക്കൽ നോഹയില്ല. അത് നമുക്ക് സ്വാഭാവികം ഇത് കൺവിൻസിങ്ങിനല്ല, അതിനെക്കാട്ടിലുപരി
നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, അപ്പൻ മകൻ്റെ ഒരു ബോണ്ട് ഉണ്ടല്ലോ, അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം. മക്കളോട് അപ്പന്മാർക്ക് എങ്ങനെയാണ് വിശ്വാസം വരുന്നത്? നമ്മളിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടല്ലേ, നമ്മളവരെ അടുത്തറിഞ്ഞ് മനസ്സിലാക്കി കണ്ടറിഞ്ഞ് നിൽക്കുമ്പോഴാണ് അവർക്ക് നമ്മളോട് ആ ഒരു ഫീൽ ഉണ്ടാവുക. അത് നമ്മൾ ആക്ച്വലി നാളെ പ്രൂവ് ചെയ്യാതിരിക്കുക, എന്നാൽ തന്നെയും ആ ഒരു ട്രസ്റ്റും അല്ലെങ്കിൽ ആ ഒരു നമ്മളിലുള്ള ആ ഒരു വിശ്വാസവും അപ്പന്മാർക്ക് നഷ്ടപ്പെടില്ല. അത് പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു അപ്പനാണ്, അപ്പോൾ എൻ്റെ മോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആയിരിക്കും അദ്ദേഹം എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതൊരു സത്യം തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ ആക്ച്വലി ഒരുപാട് എനിക്ക് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാര്യം ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്നെ എൻ്റെ ജീവിതത്തിൽ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ എനിക്ക് ആ പ്രായത്തിൽ എനിക്ക് പൈസ തരുന്നതും നീ ചെയ്തോ എന്ന് പറയുന്നതും അതുകൊണ്ടായിരിക്കുമല്ലോ. ആ ബോണ്ട് ദൈവകൃപയാൽ എനിക്ക് ഈ നിമിഷം വരെ നഷ്ടപ്പെടുത്തത്തുമില്ല ഞാൻ. കാര്യം അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ എന്താ പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് അതാണ്. കാര്യം എന്നിലുള്ള വിശ്വാസവും അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനുള്ള വിശ്വാസവും ആ ഒരു എന്താ പറയുക അറ്റാച്ച്മെൻറ്റും അത് നമുക്ക് അതിന് പകരം വെക്കാൻ വരുന്നുണ്ടാവില്ല. ഈ ആദ്യത്തെ ബിസിനസ് പൊട്ടി നമ്മൾ ദുബായിലേക്ക് പോയി, അതിന് ഇൻ ബിറ്റ്വീൻ വിഷമം തോന്നിയിട്ടില്ലേ? വിഷമമുണ്ട്. കാര്യം തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നമാണല്ലോ. കാര്യം ഒരു സ്വപ്നം അത് സാക്ഷാത്കരിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാൽ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സംഭവം ഒരു വല്ലാത്തൊരു ഫീലാണ്. അത് നമുക്ക് കിട്ടുന്നൊരു വല്ലാത്ത എന്താ പറയുക ആ ഒരു ലഹരി ഉണ്ടല്ലോ, അത് ആക്ച്വലി ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചതാണ്. ഫ്രണ്ട്സിനോട് എനിക്ക് ഭയങ്കര ബോണ്ടായിരുന്നു. പക്ഷേ അതെനിക്കിപ്പോൾ അത്രയില്ല. അത് കാലത്തിന് ശേഷം പലതും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു കാലത്തിൻ്റെ ഓരോ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളായിരിക്കാം ഒരു പക്ഷേ. ഞാൻ മാറിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ജീവിതത്തിൻ്റെ നമ്മളെ ഓരോ യാഥാർത്ഥ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളായിരിക്കും നമ്മളെ ഓരോ കാര്യങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കുക. അപ്പം എനിക്കത് കുറേ കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്നെ ഫിൽറ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആകാൻ പറ്റി. ഒരു പക്ഷേ ഞാൻ ആ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുമ്പോൾ ഞാൻ അത്രയും ഫോക്കസ്ഡ് അല്ലായിരുന്നു. പക്ഷേ ഞാനിപ്പം പലപ്പോഴും ഇങ്ങനെ പിന്നോട്ട് നോക്കുമ്പോൾ ആ ബിസിനസ് ആക്ച്വലി അൺഫോർച്യുനേറ്റ്ലി നമ്മൾ പൊട്ടി എന്ന് പറയത്തില്ലേ, അത് എൻ്റെ തലവരെ നല്ലതായിരുന്നു എന്ന് ഞാൻ പറയും. അവിടെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള അത് നന്നായിരുന്നു. അതങ്ങനെ ആയത് ഒരു പക്ഷേ എൻ്റെ നല്ലതിനാണെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. അതൊരു നിമിത്തമായിരുന്നു, ഒരു നിമിത്തമായിരിക്കും. ആ നിമിത്തം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് നോക്കുമ്പം ഇതുവരെ ഈ നിമിഷം വരെ ദൈവകൃപയാൽ എനിക്ക് അതിനകത്ത് വിഷമമില്ല, സന്തോഷമേ ഉള്ളൂ. പിന്നെ നല്ല നല്ല സൗഹൃദങ്ങൾക്ക് ചില പോറലുകൾ ഏറ്റിട്ടുണ്ട്. അത് ചിലപ്പം മുകളിലിരിക്കുന്നതിൻ്റെ തീരുമാനമായിരിക്കാം. അങ്ങനെ തന്നെ ഞാൻ കാണുന്നു. അതിന് പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. ദുബായിലെത്തിയിട്ട് ഇതേ ഫ്രണ്ട്സിനോട് തന്നെയാണ് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതിനകത്ത് ആക്ച്വലി ഞാൻ പറഞ്ഞു നേരത്തെ ടെക്നിക്കലി ഭയങ്കര നമുക്ക് വേണ്ട ആസ്പെക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു മാമ എന്ന് പറയുന്നത് ആക്ച്വലി ഹി ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അത്രത്തോളം സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. അപ്പം ആ മനുഷ്യനും ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെയും കുറച്ച് ഡിസ്പ്യൂട്ട് വന്നു. പിന്നെ ഇതെല്ലാം എൻ്റെ മാമാൻ്റെ തലക്കിട്ട് കംപ്ലീറ്റ് ബിസിനസ് എടുക്കേണ്ടി വന്നു. പക്ഷേ അപ്പോഴും ബിസിനസ് ഭയങ്കര ലോസിലായിരുന്നു. ആ ലോസ് ഞാൻ കംപ്ലീറ്റ് ടേക്ക് ഓവർ ചെയ്യായിരുന്നു. എന്നിട്ട് ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം ഞാൻ സെറ്റിൽ ചെയ്യായിരുന്നു. പക്ഷേ അതൊരു വലിയൊരു ബിറ്റർ എക്സ്പീരിയൻസ് ലൈഫിലുണ്ടായി. പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ മുന്നിൽ നമുക്ക് മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ഒരു മനസാന്നിധ്യം എനിക്ക് ദൈവം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. അത് തന്നെയായിരിക്കാം എന്നെ മുന്നോട്ട് നയിച്ചത്. അതിനകത്ത് കുറെ ഫണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അത് ആ ഫണ്ടൊക്കെ ഇതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. ആ നഷ്ടമായിട്ട് പറയാം. ആ ബിസിനസ് റണ്ണിങ് ആണ്, നഷ്ടമെന്ന് നമുക്ക് പറയാം. പക്ഷേ കണക്ക് നോക്കുമ്പോൾ അത് ലോസിലാണ്. എൻ്റെ ഓപ്പറേഷനിൽ പോലും ഫണ്ട് ഇല്ലായിരുന്നു. പക്ഷെ അതിനൊക്കെ ഫണ്ട് ഞാൻ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പല രീതിയിൽ സ്പെൻഡ് ചെയ്ത് പോകേണ്ടി വന്നു. എന്നാലും ഫണ്ട് തീരെ വരാത്ത സാഹചര്യത്തിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യണം? കാര്യം എപ്പോഴും വാപ്പാൻ്റെ അടുത്ത് ഫണ്ട് മേടിക്കുന്നതിന് തന്നെ കാര്യം അതിനൊരു പരിധി. എത്ര നാളായിട്ട് ഈ ബിസിനസ് ഇങ്ങനെ കയ്യിൽ നിന്ന് കാശിട്ട് കൊണ്ടു കിടക്കുക? അത് 2-3 വർഷം അങ്ങനെ ചെയ്യേണ്ടി വന്നു. 3 വർഷം അങ്ങനെ ചെയ്തു. അപ്പോഴൊക്കെ വിശ്വാസം ഇത് രക്ഷപ്പെടുന്നതാണ് 100%. കാര്യം അതിനകത്ത് നമ്മൾ പിന്നെ ഞാൻ ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടാത്ത മേഖലയിൽ ഞാൻ സ്വയം ഇറങ്ങുമായിരുന്നു. അതിനെക്കുറിച്ച് പഠിക്കുമായിരുന്നു, അതിൻ്റെ പിന്നാലെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാനും മാമയുടെ ദിവസേന മണിക്കൂറോളം കമ്മ്യൂണിക്കേഷനാണ് പഠിക്കുകയാണ്. ഇത് അറിഞ്ഞുകൂടാത്തൊരു ബിസിനസ്സാണ് ചെയ്യണത്. പ്യൂർലി ടെക്നിക്കൽ ജോബാണ്. കാര്യം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതല്ല. പക്ഷേ നമുക്ക് പഠിച്ചാൽ മനസ്സിലാവുന്ന കാര്യം തന്നെയുള്ളൂ. നമുക്ക് കാര്യം ഞാൻ ആക്ച്വലി ആ മാർക്കറ്റ് എന്താണെന്നും ദുബായ് എന്താണെന്നും എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പഠിച്ച പുസ്തകങ്ങളോ അല്ലെങ്കിൽ പഠിച്ച അക്കാഡമിക് നോളജുകളല്ല, ജീവിതത്തിൽ അതിനെക്കാട്ടി വലിയ നോളജ് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി തന്നൊരു പ്ലാറ്റ്ഫോമാണ് ദുബായ്. ഇന്ന് ഞാൻ പലരോടും ഈവൻ എൻ്റെ മുന്നിൽ വരുന്ന ഇപ്പം ഞാൻ ചില കസ്റ്റമേഴ്സിൻ്റെ മക്കളൊക്കെ എൻ്റെ മുന്നിൽ വരാറുണ്ട്. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് പറ്റിയെങ്കിലും ദുബായിൽ പോകാൻ പറയും. ദുബായിൽ പോയി കുറച്ച് നാൾ വർക്ക് ചെയ്യാൻ പറയും.
കാര്യം അതൊരു എക്സ്പീരിയൻസ് ആണ്, ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. നമുക്ക് ഒരുപാട് എന്താ പറയുക രാജ്യങ്ങളിലെ ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. കാര്യം വെറുതെ ആരും പോയി ദുബായിൽ രക്ഷപ്പെടാറില്ല, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാറുള്ളൂ. അതാണ് ഞാൻ കണ്ട ദുബായ്, ഞാൻ മനസ്സിലാക്കിയ ദുബായ്. പക്ഷേ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ആക്ച്വലി നമുക്ക് ആ പ്ലാറ്റ്ഫോം ആക്ച്വലി നമുക്ക് തരുന്ന വലിയൊരു പാഠങ്ങളുണ്ട്. അത് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ പറ്റും. അത് മതി. കഷ്ടപ്പെടാൻ മനസ്സുണ്ടാവണം. തീർച്ചയായിട്ടും. അത് ഇല്ല, നമ്മളെപ്പോഴും പറയാറില്ലേ, നമുക്ക് ആ ഒരു കഷ്ടപ്പാട് നമ്മളില്ല പൂർത്തീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ആ പൂർത്തീകരിക്കപ്പെടുമ്പോഴേ നമുക്ക് ആക്ച്വലി ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരിക്കലും പൂർത്തീകരിക്കപ്പെടാത്ത കാര്യങ്ങൾക്ക് നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ പിന്നോട്ട് നയിക്കും അല്ലേ. ഒരു കാര്യം നമ്മൾ ദൗത്യം പൂർത്തീകരിച്ചാൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ നയിക്കുള്ളൂ. അതാണ് എൻ്റെ സത്യം. അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന ഒരു സിറ്റി, ഒരു കൺട്രി തന്നെയാണ് UAE. അവിടെ ഞാൻ കാര്യങ്ങൾ നീക്കി. ദൈവകൃപയിൽ ഇന്നും ആ കമ്പനി നിലനിൽക്കുന്നുണ്ട്, ആ കമ്പനി നല്ലപോലെ പോകുന്നുണ്ട്. അതിനകത്തുള്ള അന്ന് വന്ന എംപ്ലോയീസ് ഇന്നും ഉണ്ട്. അത് എൻ്റെ മാമയുടെ കയ്യിൽ ഭദ്രമായിട്ട് പോകുന്നു. അദ്ദേഹം അതിന് നന്നായിട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ അതുവരെ ഉണ്ടായിരുന്നൊരു ഫ്രണ്ട്സിൻ്റെ ബോണ്ട് നഷ്ടപ്പെടുവാണ് ബിസിനസ്സിൽ. ഇവരെയൊക്കെ സെറ്റിൽ ചെയ്തു. ഇതിനൊക്കെ വലിയൊരു എമൗണ്ട് കയ്യിൽ വേണം. പിന്നീട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും എനിക്കൊരു 2 വർഷം ഇത് മുന്നോട്ട് കയ്യിൽ നിന്ന് പൈസ ഇട്ട് കൊണ്ടുപോകണം. ഇത്രയും പൈസയും വാപ്പച്ചി തന്നോ അതോ സ്വന്തം കണ്ടെത്തിയോ? ഇല്ല, അവിടെ ആക്ച്വലി ഞാൻ നല്ലൊരു പൈസ വാപ്പാൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കും ഒരു മാനസിക ഗിൽറ്റി അല്ല, ഒരു എന്തോ ഒരു കുത്തുണ്ടാവുമല്ലോ. കാര്യം എത്ര കാലം ഞാനിങ്ങനെ വാങ്ങും. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ചെയ്തത് എൻ്റെ കയ്യിൽ ഒരു ലാൻഡ് ക്രൂയിസർ വണ്ടിയായിരുന്നു. അത് ഞാൻ വിറ്റു. ഒരു ചെറിയ വർക്കിലോട്ട് മാറി. അപ്പോൾ കുറച്ച് ഫണ്ട് എനിക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഫണ്ട് ഞാൻ വിനിയോഗിച്ചു. എന്നാൽ തന്നെയും അത് മാത്രം പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് വടക്കൻ കേരളത്തിൽ നിന്ന്, മലബാറിൽ നിന്നാണ്. കല്യാണം കഴിഞ്ഞു 2007 ഞാൻ ജൂലൈ 1 കല്യാണം കഴിച്ചു. എൻ്റെ കൂടെ തന്നെ വൈഫും കൂടെ തന്നെ ഉണ്ട്. കല്യാണം കഴിച്ച ഉടനെ തന്നെ ഞാൻ പുള്ളിക്കാരെ കൂടെ കൊണ്ടുപോയി. സ്വാഭാവികമായിട്ടും ദൈവകൃപയാൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പാർട്ട്ണർ അയാൾ തന്നെയാണ്. മറ്റേ കല്യാണത്തിന് ഡേറ്റ് ഓർത്തിരിക്കുന്നു. അപ്പൊ പിന്നെ പാർട്ണർ അടിപൊളിയാണ്. സാധാരണ ആളുകള് വെഡിങ് ഡേ മറന്നുപോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അയാളുടെ ബർത്ത്ഡേയും അതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം അത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ജീവിതത്തിൽ തന്നേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഓർമ്മ വരും. അതിനോടൊപ്പം തന്നെ പുള്ളിക്കാരൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫണ്ടിന് വേണ്ടി നിൽക്കുമ്പോൾ ഫണ്ട് വേണം. അപ്പോൾ പിന്നെ ആകെ മാർഗം അയാൾക്ക് കിട്ടിയ അയാളുടെ ഗോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അയാളോട് പറയും. കാര്യം പ്രത്യേകിച്ചും വടക്കൻ മലബാറിൻ്റെ സിസ്റ്റം ഉണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ വൈഫിന് കൊടുത്ത പല ഗോൾഡ് അയാളുടെ ഓർണമെൻറ്റ്സിനകത്ത് അവരുടെ ഗ്രാൻഡ് മദറിൻ്റെ ഉണ്ട്, മദറിൻ്റെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ട്രഡീഷണലായിട്ട് പാരമ്പര്യമായിട്ട് അവരിങ്ങനെ മക്കൾക്ക് കൈമാറി പോകുന്ന സിസ്റ്റമാണ് അവർക്കുള്ളത്. അപ്പം അവരുടെ മനസ്സിൽ ഈ ഗോൾഡ് നാളെ അവർക്ക് മോൾക്കായിരിക്കും, എനിക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ മോൾക്കായിരിക്കും എന്നുള്ളതാണ് അവരുടെ തോട്ട്. അല്ലാതെ ഒരിക്കലും അവർ ഈ ഞങ്ങളുടെ രീതിയിൽ അത് വിൽക്കുന്ന ഒരു സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ആക്ച്വലി എനിക്കത് മാർഗം അതേ ഉണ്ടായിരുന്നു. കാര്യം ഇനി അത് അയാളുടെ ഗോൾഡ് കുറച്ച് ഞാൻ അയാളോട് ചോദിച്ചു. അയാൾക്ക് ഒരു ഹെസിറ്റേഷൻ ഇല്ലാണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തു. അതിനകത്ത് ഒരു എടുത്ത് തന്നു. ഏകദേശം 1 കിലോയിൽ മുകളിൽ ഗോൾഡ് ഞാൻ അയാളുടെ വിൽക്കേണ്ടി വന്നു. ഇല്ല, ഞാൻ വിൽക്കുക ചെയ്തത്. ഞാൻ പണയം വെക്കുന്നതിനോട് ഞാൻ യോജിപ്പുള്ള ഒരാളല്ല. പേഴ്സണലി എനിക്ക് അതിനോട് താല്പര്യമില്ല. അങ്ങനെ ഞാനത് വിൽക്കുകയാണ് ചെയ്തത്. വീഡിയോ കഴിയുമ്പോൾ മധുരനെ ചോദിക്കുമോ എവിടെ ഞാൻ പാരമ്പര്യമായിട്ട് തന്ന ഗോൾഡ്? എനിക്കറിയില്ല, അവർക്ക് ഇത് അറിയാവുന്നില്ല, എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് അയാളുടെ അതിൻ്റെ എത്രയോ ഇരട്ടി ഗോൾഡ് അയാൾ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ ബോധേടല്ല. പക്ഷേ ദൈവകൃപയിൽ അതൊക്കെ ദൈവം തിരിച്ചു തന്നു എനിക്ക്. അത് വേറെ കാര്യം. അത് ഞാൻ എൻ്റെ മദറിലേക്ക് വേണ്ടി പറഞ്ഞതാണ്. കാര്യം അവർക്കൊരു തോന്നലുണ്ടാവണ്ടല്ലോ, ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല, അവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് അങ്ങനെ ഒരു വിഷമമില്ല. അത് ഞാൻ സെല് ചെയ്തു, ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ പല ഫണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. എന്നാലും നമുക്ക് ചില സമയത്ത് ഫണ്ട് ഷോർട്ടേജ് ഉണ്ടാവാറുണ്ട്. ആ ഷോർട്ടേജ് ചിലപ്പോൾ ഒരു 2000-3000 ദിർഹംസ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ആവശ്യം വരുന്നത്. ആ ഫണ്ട് പോലും ചില സമയത്ത് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ചിലപ്പം എങ്ങനെയെങ്കിലും ഫണ്ട് എനിക്ക് ചിലപ്പോൾ നാളെ ചെക്ക് ഉണ്ടാവും. അപ്പോൾ നാളെ ചെക്ക് രാവിലെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെക്ക് ബൗൺസ് ആവുന്ന സിസ്റ്റം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാത്രികളിലൊക്കെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ടുണ്ട്, എൻ്റെ ചൈൽഡ് സ്കൂളിലെ ഫ്രണ്ടാണ്. അവൻ ആക്ച്വലി പഠിക്കാൻ അത്ര മിടുക്കനല്ലായിരുന്നു. 10ാം ക്ലാസ് വരെ പഠിച്ചോളൂ. പിന്നെ അവന് ജോലി അവിടെ എൻ്റെ വേറെ ഫ്രണ്ട് തന്നെയാണ് അവനോട് ജോലി ശരിയാക്കി കൊടുത്തത്. അവനൊരു വെൽഡ് ചെയ്യുന്ന ഒരു ലേബർ ക്യാമ്പിൽ ജീവിക്കുന്ന വളരെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. പക്ഷേ കുട്ടിക്കാലം മുതൽ ഞാൻ 5ാം ക്ലാസ്സിൽ എൻ്റെ കൂടെ കൂടിയതാണ്. ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടതാണ്. അവൻ കുറച്ച് ദൂരം, ഏകദേശം 100-100 ചില്ലാൻ കിലോമീറ്ററുള്ള ഞാൻ താമസിക്കുന്നിടത്ത് അപ്പുറമാണ് അവൻ്റെ ലേബർ ക്യാമ്പ്. വളരെ കഷ്ടപ്പെട്ട് അവൻ ജീവിക്കുകയാണ്. പക്ഷെ അവൻ്റെ ആ ഒരു നിക്കിയിരിപ്പുണ്ടാവും. 2000-3000 ദിർഹംസ് എല്ലാ മാസം അവൻ്റെ നിക്കിയിരിപ്പുണ്ടാവും. അയക്കാം. അപ്പോൾ അതാണ് അവൻ ചെയ്യണം. അപ്പം ഞാൻ അവനോട് പറയും. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് രാത്രികളിൽ ഞാൻ പോയിട്ട് ആ ഫണ്ട് വാങ്ങാറുണ്ട്.
അവന് വളരെ സന്തോഷത്തോടെ എനിക്ക് തരുന്നത്. കാര്യം പണ്ട് സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് അവന് അങ്ങനെ സാമ്പത്തിക ഭദ്രത ഉള്ള ഒരാളല്ല. അപ്പോൾ എൻ്റെ ചിലപ്പോൾ 2 രൂപ 5 രൂപ ഒക്കെ വാങ്ങാറുണ്ട്. പക്ഷെ ഞാൻ പോലും ഇത് മറന്നുപോകും. പക്ഷെ അവനത് കറക്റ്റ് സമയത്ത് അത് തിരിച്ചു കൊണ്ട് തരുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അത്രത്തോളം അവന് അങ്ങനത്തെ അപ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടായിക്കാണോ എനിക്ക് ദൈവകൃപയാൽ എനിക്ക് എൻ്റെ സമയത്ത് എനിക്ക് ആ അവസരത്തിൽ തരാൻ പറ്റിയല്ലോ എന്നൊരു ചിന്ത അവനുണ്ടാവും. എന്തായാലും അത് വളരെ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഉപകരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. അത് ഞാൻ പോയി വാങ്ങിയിട്ടുണ്ട്. ആ വ്യക്തി അജയകുമാർ എന്ന് പറയുന്ന എൻ്റെ ആ ഫ്രണ്ട് ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എൻ്റെ സ്ഥാപനത്തിൽ, ഇവിടെ കൊച്ചി സ്ഥാപനത്തിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും ഇതുപോലെ ഒരു അജയകുമാറല്ലേ. അതൊരു എന്താ പറയുക സ്പെഷ്യൽ പേഴ്സണാണ്. ഇപ്പോഴും ഉണ്ട് കൂടെ ഉണ്ട് എൻ്റെ കൂടെ തന്നെയാണ്. കൈ വിട്ടിട്ടില്ല? ഇല്ല, കൈ വിടത്തില്ല. മേബി ഇങ്ങനെ കുറേ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടും അതിലെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടായിരിക്കും ഇത്രയും പെട്ടെന്നൊരു വളർച്ച ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു ഭാഗമാണ്. പിന്നെ നമ്മൾക്ക് ആക്ച്വലി നമ്മളിൽ നന്മ മാത്രം ഉണ്ടാകേണ്ടുമെന്ന് കാര്യമില്ല. കാര്യം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു സീറ്റിൽ ഇരിക്കാൻ നിങ്ങൾ എന്നെ വിളിച്ചതിന് കാരണം ഒരു പക്ഷേ ഞാൻ എന്തൊക്കെയോ ആയി എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു കാരണം ഒന്ന് എൻ്റെ ഫാദർ തന്നെയാണ്. കാര്യം ആ മനുഷ്യനാണ് എൻ്റെ ബാക്ക് ബോൺ, അതാണ് എൻ്റെ പില്ലർ. ഇനി പറയില്ലേ, ഞാൻ കരയും. അപ്പം അവിടെ നിന്നാണ് എല്ലാം. ഈ നിമിഷം വരെയും കച്ചവടത്തിൽ അദ്ദേഹത്തിന് കാര്യം എനിക്കിപ്പം ഇപ്പം നമ്മൾ കംപ്ലീറ്റ്ലി എന്താ പറയുക സിസ്റ്റമൈസ്ഡ് ആയി. കാര്യം വളരെ മെസ്സായിട്ട് കിടന്ന ഒരു സ്ഥാപനത്തിന് നമ്മൾ സിസ്റ്റമൈസ്ഡായിട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ എല്ലാ സിസ്റ്റമുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ ആക്റ്റീവാണ്. പക്ഷേ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സും എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സും എനിക്ക് എൻ്റെ ഇനോസ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഒരു ദിവസം എൻ്റെ സ്ഥാപനത്തിൽ നടന്നിരിക്കുന്ന ആ കച്ചവടത്തിൻ്റെ ലാഭവും നഷ്ടവും അന്നത്തെ രാത്രി എൻ്റെ ഫാദറിൻ്റെ ടേബിളിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെല്ലുമ്പം മൂപ്പരെ നോക്കിയിട്ട് മൂപ്പർ അദ്ദേഹം എന്നോട് പറയും, ഇന്നതാണ്ട് ഇത്ര നമുക്ക് ലോസാണ് അല്ലെങ്കിൽ ഇത്ര ലാഭമാണ്, അപ്പം നീ സൂക്ഷിക്കണം, നീ നോക്കണം. അപ്പോൾ ഇന്നും എനിക്ക് ഈ നിമിഷം വരെ എനിക്ക് കിട്ടുന്നൊരു ഗൈഡ് ലൈൻ അത് തന്നെയാണ്. ഞാനതിനെ ഡിബേറ്റ് ചെയ്യും, പക്ഷെ അതെൻ്റെ ഡിപ്ലോമസി ഡിബേറ്റാണ്. പക്ഷേ എനിക്കറിയാം പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം. പക്ഷേ അതാണ് എനിക്ക് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ശക്തി അത്. ദുബായിലെ ബിസിനസ് സക്സസ് ആയോ? ദുബായിൽ ബിസിനസ് ആക്ച്വലി അത് പിന്നെ ടേക്ക് ഓവർ ചെയ്തു, നീക്കി കാര്യങ്ങൾ കൊണ്ടുപോയി. ദൈവം കൃപയാൽ ഞാനും മാമയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അത് പ്രോഫിറ്റിലായി നന്നായിട്ട് കാര്യങ്ങൾ നീക്കി അദ്ദേഹം അതിനെ കൊണ്ടുപോയി. പക്ഷേ ഞാൻ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട സാഹചര്യമുണ്ട്. ആക്ച്വലി ഞാൻ എൻ്റെ ഗോൾഡ് ബിസിനസ്സിനോട് ഞാൻ കാര്യമായിട്ട് ആക്റ്റീവ് അല്ലായിരുന്നു. അങ്ങനെ ഒരു 2012 എൻ്റെ ഓർമ്മ ശരി 2012 എൻ്റെ ഫാദറും മദറോട് ദുബായിൽ വരുന്നു. സോ ഞാൻ ഭയങ്കര ബിസി ലൈഫിൽ നിൽക്കുക. കാര്യം ഫുൾ നമ്മൾ എന്താ പറയുക ബിസിനസ് ഓട്ടം എല്ലാം ഞാൻ തന്നെയാണ്. കാര്യം സൈറ്റ് പ്രോജക്റ്റ് നോക്കണം. കാര്യം എല്ലാം അവിടെ ഓൺ ടൈമിലാണ് നമ്മൾ. കാര്യം ഒരിക്കലും നമ്മുടെ കൂട്ട് എക്സ്ക്യൂസ് അവിടെ പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ചിലപ്പോൾ ഫോറിനേഴ്സ് ആയിരിക്കും, കൺസൾട്ടൻറ്റ് ഫോറിനേഴ്സ് ആയിരിക്കും. അവർ 8 മണി എന്ന് പറഞ്ഞാൽ 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിയാണ്. കാര്യം അവിടെ നമുക്ക് ഡിലേ ആവാൻ പാടില്ല, നമുക്ക് പറ്റില്ല. കാര്യം അതാണ് അവരുടെ സിസ്റ്റം. കാര്യം ആ ഒരു സിസ്റ്റം നമുക്ക് വർക്ക് ചെയ്തേ പറ്റും. കാര്യം അങ്ങനെ ഞാൻ എല്ലാം ഓടി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഫാദർ നോക്കിയപ്പോൾ എന്നെ കാണുന്നില്ല. ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട സമയത്ത് നാട്ടിൽ നിന്നൊരു ഫോൺ വരുന്നു. ആ ഫോൺ ആക്ച്വലി എൻ്റെ ഇളയച്ചനായിരുന്നു. പുള്ളി വിളിച്ചിട്ട് പറയുന്നത്, നിൻ്റെ വാപ്പ, അവർക്കറിയാം എൻ്റെ വാപ്പ അവിടെ വന്നിട്ടുണ്ടെന്ന്. അടുത്തുണ്ട്, ഞാൻ അടുത്തുണ്ട്. എൻ്റെ വാപ്പ ഒരു പോലീസ് ഓഫീസറാണ്. ആ കോൾ വന്നപ്പോഴേ മൂപ്പർക്ക് മനസ്സിലായി എന്തോ സംതിങ് എന്തോ ഒരു പ്രശ്നം നാട്ടിലുണ്ടാവും. പെട്ടെന്ന് നാട്ടിൽ നിന്ന് അങ്ങനെ ഒരു കോൾ വന്ന് അങ്ങനെ ഞാൻ അന്നേരം മാറി നിന്ന് സംസാരിച്ചു. കുറച്ച് കാര്യം ആക്ച്വലി ഇപ്പം നാട്ടിൽ എൻ്റെ വാപ്പ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ കായംകുളത്തെ ബ്രാഞ്ചിൽ ഒരു തെഫ്റ്റ് നടന്നു. അവിടെ നിന്ന് സെയിൽസ്മാന്മാർ തന്നെയാണ് അതിനകത്ത് കള്ളത്തരം നടത്തിയേക്കുന്നത്. സ്വർണ്ണം അത് 2 കിലോ മേളിലുള്ള അവർ പല രീതിയിലായിട്ട് അത് തെഫ്റ്റ് നടത്തിയത് പിടിക്കപ്പെട്ടു. ബാക്കി കാര്യങ്ങളെല്ലാം നീ എത്രയും പെട്ടെന്ന് നാട്ടിൽ വരിക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഫാദറും ഒക്കെ പെട്ടെന്ന് നാട്ടിൽ വരുമായിരുന്നു. നാട്ടിൽ വന്ന് വന്നപ്പോൾ വളരെ സിവിയർ ആയിട്ടുള്ള പ്രശ്നമാണ്. കാര്യം അത് വളരെ എന്താ പറയുന്നത് കംപ്ലീറ്റ്ലി ഓർഗനൈസ്ഡ് അല്ലാത്തൊരു സിസ്റ്റത്തിൽ പോകുന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റിയത്. കാര്യം സ്ഥാപനത്തിലൊരു അക്കൗണ്ടൻ്റ് ഇല്ല. മൊത്തത്തിൽ കുറേ സ്റ്റാഫുകളും പിന്നെ എൻ്റെ ഫാദറിൻ്റെ ഒരു റിലേറ്റീവ് അദ്ദേഹം വളരെ സത്യസന്ധനായ മനുഷ്യനാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് കാര്യമായ നോളജ് കുറവാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ച ഇതാണ്. അപ്പം വന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കാര്യങ്ങൾ വളരെ വളരെ മോശമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സ്ഥാപനം അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഒന്നുമില്ലാണ്ടാവും.
അങ്ങനെ എന്നോട് എൻ്റെ ഫാദർ പറയുകയാണ്, ഇവിടെ നിനക്ക് എല്ലാ സൗകര്യങ്ങളും ദൈവം പക്ഷേ നീ അന്യനാട്ടിൽ പോയി കിടക്കുന്നു, നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്നു, അതൊരു ബുദ്ധിമുട്ട്. പിന്നെ നീ അവിടെ വന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു, അതിനെക്കാട്ടി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാവില്ല. അപ്പം ഞാൻ ആക്ച്വലി അപ്പോഴത്തേക്ക് ഇൻറ്റേർണലി അവർ ആക്ച്വലി പാർട്ടീഷൻസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പേരൻസ് പാർട്ടീഷൻ ഫാദറിൻ്റെ ബ്രദേഴ്സും അവർ ഓരോ സ്ഥാപനങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി ഇതും എനിക്കൊരു ബ്രദറുണ്ട്, അപ്പോൾ അവനും ആക്ച്വലി അത്ര സീരിയസ് ആയിട്ട് അതിനെ കാണുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിനെ ടേക്ക് ഓവർ ചെയ്യുമായിരുന്നു. അതിലോട്ട് ഞാൻ എൻട്രി 2012 ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ഇനി ദുബായിൽ ഓപ്പറേഷൻസ് കുറച്ച് ഞാൻ കുറയ്ക്കുക. ഇപ്പോൾ ദുബായ് പല മൾട്ടിപ്പിൾ ബിസിനസ് ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ഞാൻ പതിയെ കുറയ്ക്കുക. പിന്നെ ഇപ്പോൾ ദൈവടിച്ച് അതിലൊക്കെ വലിയ വണ്ടികളിൽ നമ്മൾ റേഞ്ച് റോവറൊക്കെ വാങ്ങി, അത് വേറെ കാര്യം. എനിവേ അത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. പതിയെ ഞാൻ നാട്ടിലെ ഓപ്പറേഷൻസിലേക്ക് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കംപ്ലീറ്റ്ലി മെസ്സായി കിടക്കുന്ന സ്ഥാപനമാണ്, ഇതിനെ ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ആ ഒരു 1000 സ്ക്വയർ ഫീറ്റ് പ്രമേസസിൽ കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളൊരു വലിയ പ്ലാറ്റ്ഫോമിൽ പോയാൽ മാത്രമേ ഇനി നമുക്ക് നിലനിൽപ്പുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഫാദറിനോട് സംസാരിച്ചു. അപ്പോൾ പറയും, നീ പ്രോപ്പർട്ടി എവിടെയെങ്കിലും പെട്ടെന്ന് നോക്ക്. അപ്പോൾ ഞങ്ങൾ പ്രോപ്പർട്ടി വല്ലതും നോക്കിയിട്ട് പ്രോപ്പർട്ടി കിട്ടുന്നില്ല. അപ്പം ലൈക്ക് അവിടെ പ്രോപ്പർട്ടി കിട്ടാനില്ല, സ്ഥലത്ത് ഭയങ്കര ഡിമാൻഡ് വരുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി ഭയങ്കര കിടപ്പുണ്ട്. ആ പ്രോപ്പർട്ടി ഞാൻ ആക്ച്വലി അവരെ ബന്ധപ്പെട്ടു. സ്വാഭാവികമായിട്ട് നമ്മൾ ഡയറക്റ്റ് ബന്ധപ്പെടില്ലല്ലോ, ഞാൻ ഇൻഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ടു. അതിന് ആ മാർക്കറ്റ് വിലക്കായിട്ട് ഞാൻ ഇരട്ടി വില പറഞ്ഞു. എന്നിട്ടും അവർ പ്രോപ്പർട്ടി അവർ തരണില്ല. അപ്പം ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പിന്നെ ഞാൻ ഡയറക്റ്റ് അവരുടെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്തു. ഞാനാണ് ഈ പ്രോപ്പർട്ടീസ് വാങ്ങാൻ വേണ്ടി വന്ന ആളാണ്. അപ്പോൾ അവരെന്നെ വളരെ ഒരു അച്ഛൻ മകൻ, പിന്നെ രണ്ടുപേരും ഗവൺമെൻറ്, അമ്മ ഹെഡ് മിസ്സസ്സാണ്, അദ്ദേഹം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ റിട്ടയർ മനുഷ്യൻ, മകൻ കോളേജ് പ്രൊഫസറാണ്. ഞാൻ അവിടെ ചെന്നു സംസാരിച്ചു. അപ്പം അവർ ഞങ്ങളിത് വിൽക്കില്ല, ഞങ്ങൾ ആക്ച്വലി അത് ബിൽഡിംഗ് പണിയാണ്. അപ്പോൾ എന്നെ ഡ്രോയിങ് കാണിച്ചു. അപ്പോൾ അവർ കുറച്ച് ചെറിയ ഷട്ടറുള്ള മുറികളിലുള്ള ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി അവർ എടുക്കണം. എന്നിട്ട് ഇത് റെൻ്റ് ഔട്ട് ചെയ്യാൻ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഈ സ്ഥലം എനിക്ക് ഫുള്ളായിട്ട് എനിക്കൊരു സ്ഥാപനം പണിത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിനുള്ള ഫണ്ട് ഞങ്ങൾ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പണിതോളാം. അങ്ങനെ കൊച്ചിയിലൊക്കെ ലീസിങ് സിസ്റ്റം ഉണ്ട്, നിങ്ങൾക്ക് ലാൻഡ് തന്നാൽ ഞാൻ ബിൽഡിംഗ് കംപ്ലീറ്റ് കൺസ്ട്രക്ട് ചെയ്തോളാം. അപ്പം എന്തോ എനിക്കറിയില്ല, ദൈവാധീനം എന്ന് പറയാം. അവർക്ക് 3 പേർക്ക് എന്നെ നന്നായിട്ട് ആദ്യമേ തന്നെ ബോധിച്ചു. രണ്ടാമത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് സീറ്റിംഗ് ചെയ്തു. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അവർ പൂർണ്ണമായിട്ടും ചെയ്യാം എന്ന് എനിക്ക് വാക്ക് തരുമായിരുന്നു. അതെനിക്കൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാര്യം ആ ഫാമിലിയായിട്ട് അന്ന് തുടങ്ങിയ ആ ഒരു റിലേഷൻ ഇന്നും ഈസ് ലൈക്ക് മൈ ബ്രദർ, നോട്ട് ലൈക്ക് മൈ ബ്രദർ, ഈസ് മൈ ബ്രദർ. നമുക്ക് ജീവിതത്തിൽ ചില ആൾക്കാർ നമ്മുടെ വരുമല്ലോ, കോളേജ് അധ്യാപനം. ഷാഫിഖ്ജിയുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഒരാളിങ്ങനെ ഉണ്ട്. എനിക്ക് ആ സ്ഥലം തന്നതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി കിട്ടിയത്. അങ്ങനെ 1000 സ്ക്വയർ ഫീറ്റ് എത്ര സ്ക്വയർ ഫീറ്റിലേക്കായി? അത് 10000 സ്ക്വയർ ഫീറ്റ് മുകളിലോട്ട് ഒരു ബിൽഡിംഗ് ഞങ്ങൾ 7 മാസം കൊണ്ട് ചെയ്തു. 2013 സെപ്റ്റംബർ 9 ഞാൻ ആക്ച്വലി ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമായിരുന്നു. ഓക്കെ. സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ 6 മാസം കാര്യമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായില്ല. ഫാദറിനൊക്കെ പേടിയുണ്ടായി. കാര്യം ഈ പറഞ്ഞിട്ട് പല രീതിയിലുള്ള നെഗറ്റീവ് ഇൻപുട്സ് വരുന്നു. ചെറിയ കടയിൽ ഇപ്പോൾ 1 ഗ്രാമോ 2 ഗ്രാമോ മേടിക്കാൻ വരുന്ന ആൾ വലിയ കടയിൽ വരുമ്പോൾ അത് കിട്ടുമോ? അത് ആക്ച്വലി ആ സ്ഥാപനത്തിൽ പെട്ടെന്ന് വന്നു, ഇത് വലിയ സ്ഥാപനമാണല്ലോ, ഇപ്പം നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വില വാങ്ങുമോ എന്നൊക്കെയുള്ള കാര്യം. അപ്പം എനിക്ക് മനസ്സിലായി ഒരുപാട് ഹഡിൽസും നമ്മുടെ മുന്നിലുണ്ട്, ഇതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യണം. സോ അതിനെ ഓരോന്ന് ഓവർകം ചെയ്തു. നന്നായി സ്ഥാപനം 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പോകാൻ തുടങ്ങി, ബ്രേക്ക് ഈവനായി, പ്രോഫിറ്റുകളിലോട്ട് പോകാൻ തുടങ്ങി. പിന്നെ എനിക്ക് നന്നായിട്ട് എന്തോ എനിക്കറിയില്ല, അതിനെ ഓരോ ദിവസവും പടിപടിയായിട്ട് ഉയർത്തുന്നു. ഓരോ വർഷത്തെ ബാലൻസ് ഷീറ്റ് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി തുടങ്ങി. കാരണം നമുക്ക് നല്ല ഗ്രോത്ത്, നല്ല റവന്യൂ വരാൻ തുടങ്ങി, ആനുവൽ ടേൺ ഓവേഴ്സ് കൂടാൻ തുടങ്ങി. കോൺഫിഡൻസ് ലെവൽ സ്വാഭാവികമായിട്ട് ബിസിനസ്സിൽ അങ്ങനെയാണല്ലോ, കാര്യം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമായിട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്യും. അപ്പം എൻ്റെ അനുജൻ ഇങ്ങനെ ഇടയ്ക്ക് ദുബായിലുണ്ടായിരുന്നു, അവൻ എന്നെ അറിയാണ്. അവൻ ഇടയ്ക്ക് ഇങ്ങനെ അവന് നാട്ടിൽ അവന് ഇതുമായിട്ട് വലിയ ബന്ധമില്ല, പക്ഷെ അവന് പൈസ ഉണ്ടാക്കുമ്പോൾ എടുക്കാനാണ്. അവൻ പല രീതിയിലുള്ള ബിസിനസ് ഒക്കെ ചെയ്തു, പേഴ്സണലി അവൻ ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, നീ ദുബായിൽ നോക്ക്, ദുബായിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് ദുബായിൽ അവൻ പോവുകയും ദുബായിൽ അവൻ ആക്ച്വലി ഇതിൻ്റെ ബ്രാഞ്ച് അവൻ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ 2014 ദുബായിൽ അവൻ സ്റ്റാർട്ട് ചെയ്തു. മക്കളെയും കേട്ടി. അത് വാപ്പാനതൊരു ടെൻഷനായിരുന്നു. അവൻ ആക്ച്വലി കുറച്ച് എന്താ പറയുക, അവനെ സംബന്ധിച്ചോളം അവൻ കുറച്ച് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചുള്ള ട്രാവലിംഗ് ആയിരുന്നു അവൻ്റെ പാഷൻ. പക്ഷേ അവൻ അതിനകത്ത് സീരിയസ് ആയിട്ട് ബിസിനസ്സിനെ എടുത്തു. ഞാൻ എൻ്റെ കൂടെ നിന്നു, കാര്യങ്ങളാക്കി. അവൻ അതിൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി. അവനത് മനസ്സിലാക്കി തുടങ്ങി. അവനതിൻ്റെ എന്താ പറയുക, എന്താണെന്ന് അവന് മനസ്സിലായി. ബിസിനസ്സിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി, ലഹരി മനസ്സിലായി. അങ്ങനെ അവൻ ആ കാര്യങ്ങൾ അവിടെ നല്ലതായിട്ട് നീക്കി. പാരലലി ഞാനിവിടെ
ഈ ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഈ കായംകുളത്ത് മാത്രം നിന്നോ? ഇല്ല, അങ്ങനെ 2024 പിന്നെ ഞങ്ങൾ ചങ്ങനാശ്ശേരി ബ്രാഞ്ചസ് ചെയ്തു. അപ്പം ചോദിക്കട്ടെ, അപ്പോൾ വാപ്പച്ചി തുടങ്ങിയ ബിസിനസ്സിന് ഇടയ്ക്ക് റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. റീബ്രാൻഡ് ചെയ്തു 2022 റീബ്രാൻഡ് AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റീബ്രാൻഡ് ചെയ്തു. കൊച്ചിക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. AGD എനിക്ക് 2025 ജാനുവരിയിൽ കൊച്ചി മുഴുവൻ എങ്ങോട്ട് നോക്കിയാലും AGD ആയിരുന്നു. അതെ, കൊച്ചി വരുന്നതിന് മുമ്പ് ഞാൻ ചങ്ങനാശ്ശേരി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ബാക്ക് ടു ബാക്ക് ആണ്, വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. ചങ്ങനാശ്ശേരി ഞങ്ങൾ 2024 മെയ് 1 സ്റ്റാർട്ട് ചെയ്തു. സോ ലൈക്ക് 2025 ജാനുവരി 25 കൊച്ചി. അടുത്ത് ഞങ്ങൾ ഒരു എവിടെ എടുക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ കൊച്ചി തന്നെ എല്ലാവരുടെയും മനസ്സിൽ വന്നു. കാര്യം പ്രത്യേകിച്ച് കൊച്ചി വരാനുള്ള കാരണം അറിയാമല്ലോ. കാര്യം കൊച്ചി വന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതൊരു വലിയ ഫാക്ടറാണ്. പണ്ടത്തെ നമ്മുടെ ബിസിനസ് കൊച്ചിയിൽ നിന്ന് സ്വപ്നം തകർന്നു പോയതാണ്. എക്സാക്ട്ലി. അത് ഞാൻ ആക്ച്വലി ഇപ്പോഴും ഓർക്കണു. അത് തന്നെയാണ്. പക്ഷേ കൊച്ചി വന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു വിസിബിലിറ്റി കിട്ടി. ഈ AGD എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ എനിക്ക് പെട്ടെന്ന് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്നു. അതാണ് ഏറ്റവും ബ്രാൻഡ് ചെയ്യാൻ പറ്റി. കൊച്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഗൾഫ് പോലെ കൊച്ചി അല്ലേ? അതെ, കൊച്ചി ഒരു മിനി ദുബായാണ്. കാര്യം എല്ലാ അർത്ഥത്തിലും അത്രത്തിലും ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൊച്ചിയിലുള്ളത്. ലൈക്ക് എല്ലാവരും എനിക്ക് കൊച്ചി വന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കൊച്ചിയിൽ നല്ല രീതിയിൽ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ആയി, ഞാൻ കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ആയി എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടായി. അപ്പോൾ അതിനുള്ള പ്രയത്നത്തിലാണ്. സ്റ്റിൽ കൊച്ചി ഞാൻ ലോഞ്ച് ചെയ്തു, പക്ഷേ എന്നാൽ തന്നെയും ഇനി ഞാൻ ഒരുപാട് ആൾക്കാരിൽ എത്താനുണ്ട്. അതിൻ്റെ പ്രയത്നം ഞങ്ങൾ ടീം നടക്കുന്നുണ്ട്. ഇതൊരിക്കലും ഒരു സിംഗിൾ മാൻ അല്ല. ഇതൊരു ഒരു ഒരു എനിക്കൊരു കോർ ടീമുണ്ട്. വളരെ 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 സ്ട്രോങ് ഒരു കോർ ടീമാണ് എൻ്റെ കൂടെ ഉള്ളത്. അത് തന്നെയാണ് ആക്ച്വലി എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. കാര്യം അതിനകത്ത് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം. അവരുടെ സ്ഥാപനം പോലെ അവർ വർക്ക് ചെയ്യണു. അന്നാലത്ത് മാത്രമാണെങ്കിൽ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊടുക്കുക. അവർക്ക് ആ തോന്നലുണ്ട്. അത് എവിടേക്കും എനിക്കത് അവരിൽ എത്തിക്കാൻ പറ്റുന്നുള്ളതാണ്. അവരെല്ലാം ഇൻട്രാപ്രണേഴ്സ് ആണ്. ഷെഫിക് ജി, ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുമ്പോൾ അതിനകത്തൊരു ഇൻട്രാപ്രണർ, നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം, ഒരു ഇൻട്രാപ്രണറിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു സ്ഥാപനത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ട്, ഒരു ഇൻട്രാപ്രണർ ഉണ്ടാവുന്നത് കൊണ്ട് ആ സ്ഥാപനത്തിന് എത്രത്തോളം മെച്ചമുണ്ട്? തീർച്ചയായിട്ടും ഒരു സ്ഥാപനത്തിൽ ഇൻട്രാപ്രണറെ ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ ടാസ്ക്കാണ്. അതായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻട്രാപ്രണേഴ്സ് അല്ല, ഒരുപാട് ഇൻട്രാപ്രണേഴ്സ് ആ സ്ഥാപനത്തിൽ ഉണ്ടാവണം. കാരണം അവരാണ് ആക്ച്വലി അവിടുത്തെ ഡിസിഷൻ മേക്കേഴ്സ്. അവരാണ് നമ്മുടെ കോർ ടീം എന്ന് പറയുന്നതിൽ വരുന്ന ആൾക്കാർ. തീർച്ചയായിട്ടും നമ്മളുടെ ആബ്സെൻസിലും പ്രസൻസിലും അവർ കാര്യങ്ങൾ അവരുടെ ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ HR ആണെങ്കിലും ഓപ്പറേഷൻ സൈഡിലാണെങ്കിലും ഈവൻ സെയിൽസോ മാർക്കറ്റിംഗ്, ഇവിടെ എല്ലാം നമുക്ക് ഒരു നല്ല ഒരു പിന്നെ ലീഡർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഭദ്രമായിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ അവരുടെ മനസ്സിൽ ഇത് നമ്മുടെ സ്ഥാപനമാണ് എന്ന ബോധ്യം നമ്മളാക്കി കൊടുത്താൽ മാത്രം മതി. ആ ബോധ്യം പലർക്കും എൻ്റെ സ്ഥാപനത്തിലുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ അവിടെ ആ സൈഡിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ആ ടീം അത് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അവരിലൂടെ ഞാൻ ആക്ച്വലി അത് കാണുന്നുണ്ട്. അതിൻ്റെ ഈ ഗ്രോത്തും കാര്യങ്ങളൊക്കെ അവരുടെ എഫർട്ട് തന്നെയാണ്. കാരണം നമ്മൾ പിന്നിലുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരുടെ നമ്മൾ ഡിസ്കഷൻ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവരെ നാളെ ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഇൻട്രാപ്രണേഴ്സ് നാളെ ഓൺട്രപ്രണേഴ്സ് ആവാനുള്ളൊരു തോട്ട് പ്രോസസ് അവർക്ക് ഉണ്ടാവണം. കാര്യം എല്ലാ നാളും ഒരു എംപ്ലോയി ആവണമെന്നല്ലല്ലോ ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ കൂടെ നിൽക്കുന്ന പലർക്കും നാളെ അവർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളായിരിക്കും. എനിക്കതിനകത്ത് ഒരിക്കലും അസൂയ ഉണ്ടാവില്ല. കാര്യം എൻ്റെ കൂടെ നിന്നിട്ടാണല്ലോ 100% സപ്പോർട്ട് ചെയ്യും. കാര്യം അങ്ങനെ ഒരാളാണ് ഞാൻ. കാര്യം ഇപ്പം തന്നെ പല ഇൻഡസ്ട്രി തന്നെ ഒരുപാട്, ഈ ഇൻഡസ്ട്രി തന്നെ ഒരുപാട്, എനിക്ക് ആരും പേര് ഞാൻ പറയണില്ല, ഒരുപാട് ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിൽ ചെറുതും വലുതും ആൾക്കാർ പലപ്പോഴും ഞങ്ങളുടെ ബിസിനസ് ഇതിൽ ഡിസ്കഷനിലും അല്ലെങ്കിൽ മറ്റ് എന്ത് സപ്പോർട്ട്സിനും എനിക്കൊരു കോള് വരാറുണ്ട്. ആ കോള് വെക്കുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം ഷെഫിക് ജി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2025 ജാനുവരിയിൽ കൊച്ചിയിൽ എവിടെ നോക്കിയാലും AGDയുടെ ഹോർഡിങ്സ്, AGDയുടെ പരസ്യം, മെട്രോപോളിസ് മുഴുവൻ നമ്മൾ അങ്ങനെ മാർക്കറ്റിങ്ങിൻ്റെ വലിയൊരു തലം കൊച്ചിക്കാർ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു AGDയുടെ ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ. ഇപ്പോൾ 2013 AGDയുടെ ഒരു ജ്വല്ലറി എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക്, ആ ഒരു വാപ്പച്ചിയുടെ ബിസിനസ്സിലേക്ക് ഷെഫിക് ജി വരുന്നത്. ഈ 2 കാലഘട്ടത്തിലെ മാർക്കറ്റിംഗ് രീതി തമ്മിൽ ഭയങ്കര വ്യത്യാസം വന്നു. താങ്കൾ എങ്ങനെ അതിനെ നോക്കി കാണുന്നു? തീർച്ചയായിട്ടും നമ്മൾ 2013 ഞാൻ ആക്ച്വലി ഇവിടെ ഇനാഗുറേഷൻ സമയത്ത് ചെയ്തത് കൂടുതലും പ്രിൻറ്റ് മീഡിയയാണ് നമ്മൾ ചെയ്തത്. കാര്യം അന്ന് ആക്ച്വലി ഒരു വിധപ്പെട്ട ആൾക്കാരൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് അവർ കൂടുതലും പ്രിൻറ്റ് മീഡിയ ഡിപ്പെൻഡ് ചെയ്തു. പക്ഷേ 2025 ഞങ്ങളത് ചെയ്തപ്പം ആക്ച്വലി പ്രിൻറ്റ് മീഡിയയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പുറകോട്ട് പോയി.
എന്നിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഇന്ന് ഈ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആൾക്കാരില്ല. കാര്യം നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ പോലും സ്മാർട്ട് ഫോണിലൂടെ ആൾക്കാർ നോക്കുക. കാരണം കാലം വളരെ മാറിയിട്ടുണ്ട്. അപ്പം എനിക്ക് 2000-ന് ശേഷം ഉള്ള നമ്മുടെ ജനറേഷൻ കൂടുതലും മൊബൈലിലാണ്, ഡിജിറ്റൽ ലോകത്താണ്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും അവരിലോട്ട് നമ്മൾ എങ്ങനെ എത്തിപ്പെടാൻ പറ്റും എന്നാണ് നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കാര്യം. കാര്യം അത് മാത്രമല്ല ട്രെൻഡ് നന്നായിട്ട് മാറി. കാര്യം മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് ഉള്ള എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വെഡ്ഡിങ് കസ്റ്റമർ വരുമ്പോൾ അപ്പൻ അമ്മ ലൈക്ക് അവരുടെ പേരൻസ് എല്ലാം വരും, അവരുടെ കുടുംബക്കാരുടെയും പേരൻസ് എല്ലാവരും റിലേറ്റഡ് ആയിട്ട് ആൾക്കാരെല്ലാം വന്നിട്ട് ഗോൾഡ് വാങ്ങുന്ന സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അന്ന് പലപ്പോഴും പലരും തന്നെ ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് വെഡ്ഡിങ് കസ്റ്റമേഴ്സ് വരുന്ന സ്ഥാപനം. അപ്പം ഇങ്ങനെ അവരുടെ ഫാമിലിയിൽ നിന്ന് ഇല്ല പറഞ്ഞിട്ട് നമ്പർ ഓഫ് വെഡ്ഡിങ് കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് വരാറുമുണ്ട്. അപ്പം നമ്മുടെ സ്ഥാപനത്തിൽ വരുമ്പം മുൻകാലങ്ങളിൽ നമ്മൾ കുട്ടികളോട് ചോദിക്കും എന്തിനാ മോൾ പഠിക്കണമെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ചോദിക്കുന്ന കുട്ടികൾ ഇപ്പം നമ്മളങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മളങ്ങനെ ചോദിക്കാറില്ല. ഇപ്പം മോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കണേ. കാലം മാറി. നമ്മൾ ഒരു 10 years ഡിഫറൻസ് ആണ് ഞാനീ പറയണത്. കാര്യം അന്ന് എല്ലാ കുട്ടികളും പഠിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അന്ന് ഈ അപ്പനമ്മമാരാണ് ഈ കുട്ടികളെ കൊണ്ടുവന്ന് ഗോൾഡൊക്കെ എടുത്ത് വാങ്ങുന്നത്. ഇന്ന് കുട്ടികൾ തന്നെ തീരുമാനിക്കാൻ തുടങ്ങി. കാര്യം എന്ത് കൈൻഡ് ഓഫ് ഗോൾഡ് വാങ്ങണം. കാര്യം അവർ ഏൺ ചെയ്യാൻ തുടങ്ങി. അവർ ഇന്ന് ഉള്ള മിക്ക കുട്ടികളും വർക്ക് ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ്. അവരാണ് തീരുമാനിക്കുന്നത്. കാര്യം അവർക്കൊരു തീരുമാനം ഇപ്പോൾ റെഫറൻസ് വരെ ഉണ്ടാവും. ഡെഫിനറ്റ്ലി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവും, അവർ റെഫർ ചെയ്യുന്നുണ്ടാവും. അത് മാത്രമല്ല സ്റ്റൈലും മാറി. നമ്മൾ പഴയ ട്രഡീഷണൽ ഓർണമെന്റ്സിനോടല്ല ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ജ്വല്ലറിയുടെ കുറച്ചുകൂടെ അവർക്ക് താല്പര്യം. കുറച്ചുകൂടെ ക്രിയേറ്റീവായി തുടങ്ങി. അവർ അഡ്വാൻസ്ഡ് ആയി. കാര്യം അത് ആ ഡിഫറൻസ് ഞങ്ങൾ നല്ലപോലെ കാണുന്നുണ്ട്. കാര്യം പഴയ കാലങ്ങളുടെ രീതിയിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ ഏൺ ചെയ്യാൻ തുടങ്ങി, അവർ ചിന്തിക്കാൻ തുടങ്ങി, അവർ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ തീരുമാനങ്ങൾ അപ്പനമ്മമാരോട് അവർ കൺവേ ചെയ്ത് പറയാൻ തുടങ്ങി. അതൊരു നല്ല തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അവർ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് നല്ലത് തന്നെയാണ്. പണ്ട് കാലങ്ങളിലെ കൂട്ടല്ലല്ലോ കുട്ടികളിപ്പോൾ. അത് അന്ന് നല്ലതാണെന്നാണ് എൻ്റെ സോഫാറുള്ള വിശ്വാസം. നാളെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റണില്ല. എന്തായാലും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് 916 എന്ന് പറഞ്ഞാൽ 22 ക്യാരറ്റ് ഗോൾഡ് ആയിരുന്നു നമ്മളുടെ നാടുകളിൽ എല്ലാവർക്കും വേണ്ടത്. കാര്യം ഗോൾഡ് എന്ന് പറഞ്ഞാൽ 22 ക്യാരറ്റ്. ആ തൊട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 18 ക്യാരറ്റ്സിൻ്റെ ഓർണമെൻറ്റ്സ്, ലൈഫ് സ്റ്റൈൽ ജുവലേഴ്സ് അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് വന്നപ്പോഴത്തേക്ക് ഇന്ന് അതിൻ്റെ ഡിസൈൻസ് ഭയങ്കര നല്ല ഡിസൈൻസ്. പേഴ്സണലി എനിക്കിഷ്ടം അങ്ങനെയുള്ള ഓർണമെൻറ്റ്സ് കാണാം. കാരണം നമുക്ക് നല്ല വെറൈറ്റി പ്രോഡക്റ്റ്സ് നമുക്ക് കാണാൻ പറ്റും. സോ ഇന്ന് മാർക്കറ്റിൽ അത് സുലഭമാണ്. ഇപ്പോൾ പ്രൈസ് ഇത്രയും കൂടെ ഹൈക്കായപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അഫോർഡബിലിറ്റി 18 ക്യാരറ്റ്സിലുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടികൾ അങ്ങനെയുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ട്. നമുക്കത് നല്ല തന്നെയാണ്. ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഈ പണിക്കൂലിയിൽ ഓഫർ കൊടുക്കും, പണിക്കൂലി കുറച്ച് കൊടുക്കും, ഇങ്ങനെ കുറേ സ്കീമുകളുണ്ട്. ശരിക്കും ഗോൾഡിലെ ഈ സ്കീംസൊക്കെ ശരിക്കും നല്ലതാണോ? അത് മാർക്കറ്റിനെ വെച്ചിട്ട് പറയുവാണെങ്കിൽ AGD റെപ്രസെന്റ് ചെയ്ത് പറഞ്ഞാൽ എങ്ങനെ നോക്കി കാണുന്നു? മാർക്കറ്റിൽ ഹെൽത്തി കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതാണ്. പക്ഷേ പലപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി അൺഹെൽത്തി കോമ്പറ്റീഷൻ നടക്കാറുണ്ട്. പണിക്കൂലി എന്തായാലും ഈ ഒരു ഓർണമെൻറ്റ് ആക്കിയെടുക്കണമെങ്കിൽ അതിനൊരു പണിക്കൂലി നമ്മൾ ചെയ്യുന്ന ഗോൾഡ് സ്മിത്തിന് നമ്മളൊരു പണിക്കൂലി കൊടുക്കാണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ കൂടുതൽ മെഷീനറിയാണ്. അപ്പോൾ മെഷീൻസും ഈ പല മെഷീൻസും ഇറ്റാലിയൻ മെഷീൻസാണ്, പല എക്സ്പെൻസീവുള്ള മെഷീൻസാണ്. അപ്പോൾ ഇതിനെല്ലാം കോസ്റ്റ് ഉണ്ട്. കാരണം പണിക്കൂലി ഇല്ലാണ്ട് ഒരു ഓർണമെൻറ്റ്സ് നമുക്ക് സെല് ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ട് അത് ചെയ്യണം. പിന്നെ ഇതിനകത്തുള്ള പ്രോഫിറ്റും പണിക്കൂലി തന്നെയാണ്. കാരണം അതിനകത്ത് അമിതമായ പണിക്കൂലി എടുക്കാന്നുള്ളൊരു കാലങ്ങളൊക്കെ മാറി. ഇന്ന് എല്ലാവർക്കും ആ ട്രാൻസ്പെറൻസി ഉണ്ട്. കാര്യം എന്താണ് വരുന്ന ഒരു കസ്റ്റമർ വളരെ അവെയറാണ്. ഈ വാങ്ങുന്ന പ്രോഡക്റ്റ് എന്ത് കൈൻഡ് ഓഫ് പ്രോഡക്റ്റാണ്, അതിന് എത്ര മേക്കിംഗ് ചാർജസ് വരും എന്നൊക്കെ എല്ലാവരും വളരെ അവെയറാണ്. അതുകൊണ്ട് പണ്ട് കാലത്തെ രീതിയിലുള്ള ബിസിനസ് അല്ല ഇപ്പോൾ നടക്കുന്നത്. വളരെ ട്രാൻസ്പെറൻ്റ് ആയുള്ള ബിസിനസ് നടക്കുന്നത്. ആ ട്രാൻസ്പെറൻസി ബിസിനസ് വന്നത് നല്ലത് തന്നെയാണ്. കാര്യം ഈ വാങ്ങിയതിന് ശേഷം ഒരു കസ്റ്റമർ നമ്മൾ ഫീഡ്ബാക്ക് കോൾസ് പറയാറുണ്ട്. സർവീസ് ഒരു വലിയ ഫാക്ടറാണ്. കാര്യം സർവീസ് ഇല്ലാണ്ട് ഒരു ബിസിനസ്സും പോകില്ല. പ്രത്യേകിച്ച് വളരെ സെൻസിറ്റീവ് ആയിട്ട് പ്രോഡക്റ്റാണ് ഗോൾഡ്. പിന്നെ അറിയാമല്ലോ, നമ്മൾ ഒരു സെക്ടറിൽ ഈ പറഞ്ഞിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഗോൾഡ് വാങ്ങണം. അതർ സെക്ടറിൽ വളരെ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്കും ഗോൾഡിനോടൊരു നമ്മുടെ മലയാളികളുടെ ഒരു അഭികാമ്യമുണ്ട്. അല്ലെങ്കിൽ മലയാളിക്കുള്ളൊരു ഗോൾഡിനോടുള്ളൊരു ഇഷ്ടം. കാര്യം അത് ഗോൾഡ് മഹാലക്ഷ്മിയാണ്. അതിനേക്കാളുപരി എന്തെങ്കിലും ഒന്ന് വാങ്ങുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, ഒരു ആയുസിൻ്റെ അല്ലെങ്കിൽ വർഷങ്ങളോടുള്ള ഒരു നീക്കിയിരിപ്പായിരിക്കും അവർ ഗോൾഡ് വാങ്ങാൻ വേണ്ടി നമ്മുടെ സ്ഥാപനത്തിൽ. ഇത് ഞാൻ എൻ്റെ സെയിൽസിലുള്ളവർ പറയുന്ന കാര്യമാണ്. ആ വരുന്ന ആൾക്കാർ ചിലപ്പം 1 ഗ്രാമോ 2 ഗ്രാമായിരിക്കും അവർക്ക് വാങ്ങാൻ പറ്റുന്നത്.
സോ അവരെ നമ്മളതിൽ പറഞ്ഞിട്ട് അവരെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സർവീസ് കൊടുക്കേണ്ടത്. കാര്യം അവരുടെ ചിലപ്പോൾ നാളെ അവർക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവരോട് ഇപ്പം നമ്മുടെ സെയിൽസിനോട് പറയുന്നത് അവർക്ക് നാളേക്ക് അല്ലെങ്കിൽ വർഷങ്ങളോട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓർണമെൻറ്റ്സ് ആയിരിക്കണം നിങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്യേണ്ടത്. കാര്യം അത് വാങ്ങിക്കൊണ്ട് പോയി നാളെ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഭയങ്കര വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ എൻ്റെ സ്ഥാപനത്തിൽ വലിയൊരു പ്രത്യേകതയുണ്ട്, ഏറ്റവും കൂടുതൽ സെയിൽസ് റിട്ടേൺ വരുന്ന സ്ഥാപനമാണ് എനിക്ക്. ഈ ഗോൾഡ് സെയിൽസ് റിട്ടേൺ വരുമെന്ന് വെച്ചാൽ കാര്യം അതിനകത്ത് ഒരുപാട് നോംസ് വെക്കാറുണ്ട്. പക്ഷേ എനിക്കറിയാം ഒരു മാസത്തിൽ നമ്മുടെ മാനേജ്മെൻറ്റിന് നമ്മൾ അവർക്ക് നമ്മുടെ മാനേജേഴ്സിനോട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആണ് അത് ആക്ച്വലി ചിലപ്പോൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റിലാണ് നമ്മൾ എപ്പോഴും സെയിൽസ് റിട്ടേൺ നമ്മൾ എൻ്റർടൈൻ ചെയ്യുക. ചില ആൾക്കാരെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് അവർ എന്തെങ്കിലും ഡാമേജ് പെട്ടെന്ന് അവരെ സംഭവിക്കുന്ന ചിലപ്പോൾ ജെന്യുവൻ കേസായിരിക്കും, ജെന്യുവൻ അല്ലാത്ത കേസായിരിക്കും. പക്ഷേ കസ്റ്റമേഴ്സിനെ നോക്കിയിട്ട് അവർക്ക് അതിനോട് ഇനി അടുത്തൊരു സാധനം വാങ്ങാൻ പണിക്കൂലി അവർക്ക് പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് കണ്ണടച്ചോളം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ സെയിൽസ് റിട്ടേൺ വന്നിട്ട് അത് ഒരു മന്ത് എൻഡ് ആകുമ്പോഴത്തേക്ക് അത്രയും ഓർണമെൻറ്റ്സ് ഞങ്ങൾ മെൽറ്റ് ചെയ്യുന്ന സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ സമയത്ത് ഞങ്ങൾക്ക് അതിനകത്തൊരു ഗെയിനും ഉണ്ട്. കാര്യം അവർ ആക്ച്വലി അൾട്ടിമേറ്റ്ലി കസ്റ്റമറോട് സാറ്റിസ്ഫാക്ടറി ഉണ്ട്. കാര്യം നമ്മളെ വിട്ടിട്ട് എവിടെയെങ്കിലും പോവില്ല, ഒരിക്കലും പോവില്ല. അതൊരു സത്യം തന്നെയാണ്. റിട്ടേൺഷിപ്പ് കൂടും. അത് ഇന്നത്തെ കാലത്ത് റിട്ടേൺ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പാട്. അത് ഏതെങ്കിലും ഒരു നിസ്സാര കാര്യത്തിലും മതി നമുക്ക് നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ. പിന്നെ ഞാൻ പറയുന്ന ഫ്രണ്ട് ഓഫീസ് ആക്ച്വലി നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഇപ്പം നല്ല കുട്ടികളെ പിടിച്ച് നമ്മൾ ഫ്രണ്ടിൽ നിർത്തിയിട്ട് അവരെ കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്യാറുണ്ട്. പക്ഷേ അവിടെ അല്ല ഫ്രണ്ട് ഓഫീസ്. സെക്യൂരിറ്റി മൂലം നമ്മുടെ ഫ്രണ്ട് ഓഫീസാണ്. ഒരു കസ്റ്റമർ ഞാനതും അവരോട് പറയുന്നൊരു കാര്യമാണ്, ഫ്രണ്ടിൽ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ സെക്യൂരിറ്റിയുടെ മിസ്ബിഹേവ് മതി അവർ പോകാൻ. കാര്യം ഇന്ന് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആൾക്കാർക്കുണ്ട്. കാര്യം അത്രയും കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ബിസിനസ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓരോ പിൻ പോയിന്റ്സിലും നമ്മൾ അതിനെ അത്രത്തോളം നമ്മൾ കെയർ ചെയ്താൽ പോകുന്നത്. കെയർ ചെയ്താലും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഒരു ഓൺട്രപ്രണറുടെ ലൈഫിൽ ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് ഭയങ്കര വലുതാണ്. ഷെഫീഖ് ജിയും പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു കാലഘട്ടം വരെ വാപ്പച്ചി ഷെഫീഖ് ജി ഒരു ലക്കി മനുഷ്യനാണ്. ഒരു കാലഘട്ടം വരെ ഇന്നും വാപ്പച്ചി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ, സുഹൃത്തായ അജയകുമാർ, അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. എനിക്ക് സുഹൃത്ത് അജയകുമാർ മാത്രമല്ല, ആക്ച്വലി എനിക്ക് ദുബായിൽ എനിക്ക് 2 നല്ല സുഹൃത്തുക്കളുണ്ട്. ഒരാൾ ജോബി എന്ന പേര്, അവൻ ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ കംപ്ലൈൻസസ് നോക്കുന്ന ആളാണ്. അപ്പോൾ അവൻ ആക്ച്വലി എപ്പോഴും ഒരു ബാലൻസ് ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ഫോൾട്ട് ഉണ്ട്. കാരണം ഞങ്ങൾ എപ്പോഴും ഡിബേറ്റ്സ് നടത്തുന്ന ആൾക്കാർ. ഈസ് ഗുഡ് ഇൻ ഫിനാൻസ്. അതുപോലെ എനിക്കൊരു F&Bയിൽ വർക്ക് ചെയ്യുന്ന ഒരു ദീപക് എന്നൊരു ഫ്രണ്ടുണ്ട്. എപ്പോഴും ഞാൻ ദുബായിൽ പോകുമ്പോൾ ഞാൻ ഇവരോട്ട് ഇൻട്രാക്ഷൻ, അപ്പോൾ അവരെൻ്റെ നീ വന്നത് ഞങ്ങളുടെ അടുത്ത് പഠിക്കാൻ വേണ്ടിയല്ലേ എന്ന് പറയും. കാരണം ഇവർ രണ്ടുപേർക്ക് അത്ര എക്സ്പോഷർ ഉണ്ട്, ഇത്രയും വർഷത്തെ എക്സ്പോഷർ ഉണ്ട്. കാരണം അതെനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബിസിനസ്സിൽ ഞാൻ ആക്ച്വലി നെക്സ്റ്റ് ലെവലിലോട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇവരോട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാനൊരു സ്പേസ് എന്ന് പറഞ്ഞ് മധു സാറിന് അറിയാമല്ലോ, മധു ഭാസ്കർ സാറിന് അറിയാം, അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അതിനകത്ത് ഒരുപാട് ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. ആ ഓൺട്രപ്രണേഴ്സ് 2000, 3000, 4000 കോടി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ 50 കോടി അല്ലെങ്കിൽ 50 കോടി അല്ലെങ്കിൽ 10 കോടി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എനിക്കത്ര കറക്റ്റായിട്ട് എനിക്ക് എത്ര പേര് അറിയില്ല. പക്ഷേ എന്നാൽ തന്നെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾക്കൊരു ബോണ്ടുണ്ട്. ആ ബോണ്ടെന്ന് പറഞ്ഞാൽ പരസ്പരം ഇൻട്രാക്ഷൻസും അല്ലെങ്കിൽ ഞങ്ങളുടെ നോളജ് ഷെയറിങ്ങും ഒരു ഈഗോയും ആർക്കും ഇല്ല. അത് മധു സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ പോയത് എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നാറുണ്ട്. അതൊരു നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കുറേ ആസ്പെക്ട്സ് ഉണ്ട്. കം ടു ദ ഫാമിലി, ഡെഫിനറ്റ്ലി അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. കാര്യം ഉപ്പാൻ്റെ സപ്പോർട്ടാണ് എപ്പോഴും ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഉപ്പ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയും ബിസിനസ്സിനകത്ത് പ്രോഫിറ്റ് കാര്യങ്ങൾ. അപ്പോൾ അവിടെ ആദ്യത്തെ പരിചയം എൻ്റെ ഉമ്മയാണ്. ഉമ്മ പറയാം, അത് ബിസിനസ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, നിങ്ങളതിനകത്ത് ഉമ്മ അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യും. ഉമ്മ ആക്ച്വലി എപ്പോഴും അമ്മമാരെപ്പോഴും മക്കളോടൊപ്പമാണല്ലോ. അപ്പം തീർച്ചയായിട്ടും അതൊരു എന്താ പറയണേ, ഉമ്മായി ആക്ടിവിറ്റീസ് ഉമ്മ ആക്ച്വലി എന്താ പറയുക, നമ്മൾ ഉമ്മാൻ്റെ ലോകം എന്ന് പറയുന്നത് മക്കൾക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നത് മാത്രമല്ല, ഇപ്പുറത്തെ സൈഡിലും ഉമ്മയ്ക്ക് കച്ചവടം കാര്യങ്ങളൊക്കെ ഉമ്മ അന്വേഷിക്കാറുണ്ട്. ഡെഫിനറ്റ്ലി ഉമ്മയ്ക്ക് അതിനകത്തൊരു ഉമ്മാൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ വൈഫ് ഡെഫിനറ്റ്ലി അതൊരു വലിയ ഇത് തന്നെയാണ്, അത് വലിയ സപ്പോർട്ട് തന്നെയാണ്. കാര്യം ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കംപ്ലയിൻ്റ് ആയിരിക്കും അവർക്ക് എപ്പോഴും ഉണ്ട്. എൻ്റെ വൈഫിനോട് ഞാൻ എപ്പോഴും ചോദിച്ചാൽ പറയുന്നത്, അവളുടെ ഏറ്റവും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തെങ്കിലും അവളുടെ ഏറ്റവും സുവർണ്ണ കാലഘട്ടം നമ്മൾ പറയും ദുബായ് എന്ന് പറയും. കൂടെ ഉണ്ടായിരുന്നില്ല, ഫുൾ ടൈം കൂടെ നമ്മൾ കിട്ടും. എങ്ങനെയൊക്കെയാലും നമ്മളുണ്ട്.
ഇവിടെ ആകുമ്പോൾ ആക്ച്വലി പല കാരണങ്ങളാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അതാണ് ഞാൻ കണ്ട ഏതൊരു കംപ്ലയിൻറ്റ്. എന്നാൽ തന്നെ ദൈവകൃപയാൽ മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ഞങ്ങൾ ഈ ജൂലൈ 1 ആകുമ്പോഴത്തേക്ക് 18 വർഷം തികയാണ്. വളരെ കമ്മിങ് ഡേയ്സ്. അപ്പം വളരെ സന്തോഷത്തോടെ വളരെ വളരെ നല്ല രീതിയിൽ പോകുന്നു. അങ്ങനെ വഴക്കടിയ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും വഴക്കടിക്കാറുണ്ട്, എന്നാലും പരസ്പരം ഈഗോ ഇല്ല. അങ്ങനെ വഴക്കടിച്ച് തിരിഞ്ഞിടന്ന് ഉറങ്ങാറില്ല. വളരെ സ്നേഹത്തോടെ തന്നെ ആ ദിവസം നമ്മൾ സന്തോഷത്തോടെ നമ്മൾ ഇത്രയും ടെൻഷൻസും പ്രഷറൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വീട്ടിലെ ആളുകളെയാണ്. അത് കിട്ടാറുണ്ട്. അത് രണ്ടും ഞാൻ എപ്പോഴും അടുത്ത് പറയും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും നമുക്ക് ആ സന്തോഷം കിട്ടിയാൽ നമ്മൾ എന്തോ നേടിയെന്നൊരു സന്തോഷമാണ്. കാരണം അല്ലാതെ ഇപ്പുറത്ത് നമ്മൾ എന്ത് ബിസിനസ്സിൽ ഏൺ ചെയ്താലും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് സമാധാനം ഇല്ലെങ്കിൽ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എൻഡ് ഓഫ് ദ ഡേയിൽ വീട്ടിൽ വരുമല്ലോ. അപ്പം നമുക്ക് ആ വീട്ടിൽ നമുക്ക് സമാധാനം കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെ. അത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ അപ്പനും അമ്മയോടും എനിക്കത് ആ ഒരു എന്താ പറയുക, കാര്യം ഇതിനിടയ്ക്ക് ഒരു ബ്രിഡ്ജാണല്ലോ ഞാൻ. ഈ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം അത് ഞാൻ എൻ്റെ ഉമ്മയായിട്ട് എൻ്റെ വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടൊരു വഴക്ക് പറയുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. എനിക്കൊരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. അതൊരു സന്തോഷമാണ്. അതായിരിക്കും ഏറ്റവും വലിയ അച്ചീവ്മെന്റ് നമ്മുടെ ടേൺ ഓവറിനേക്കാളും. അതെ, അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. കാര്യം അൾട്ടിമേറ്റ്ലി എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമാധാനം. ചോദിക്കട്ടെ, ഇപ്പോൾ വാപ്പച്ചിയുടെ ബിസിനസ് ഏറ്റെടുത്തു, അതിനെ വലിയൊരു ബ്രാൻഡാക്കി വളർത്തി, പയ്യെ ബ്രാഞ്ചസ് ആക്കി. ഇപ്പം എത്ര ബ്രാഞ്ചസ് ആയി? ഞങ്ങൾക്ക് നാട്ടിലും 3 ബ്രാഞ്ചസ്. ഒന്ന് കായംകുളം, അതാണ് ഹെഡ് ഓഫീസ്, അത് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് ആയിട്ടുണ്ട്. ദെൻ ചങ്ങനാശ്ശേരി, ദെൻ കൊച്ചിയിൽ എടപ്പള്ളിയിൽ നമ്മൾ ബൈപ്പാസിൽ ഇപ്പോൾ വന്നിരിക്കുന്നു. ദുബായിൽ എൻ്റെ അനുജൻ ഹെഡ് ചെയ്യുന്ന 3 ബ്രാഞ്ചസ് ഉണ്ട്. അത് 2 ദുബായിലും 1 അജ്മാൻ എന്ന് പറയുന്ന സ്ഥലത്തുമാണ്. അത് എല്ലാം നെസ്റ്റോ എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. എത്ര എംപ്ലോയീസ് ഉണ്ട്? 200+ എംപ്ലോയീസ് ഉണ്ട്. 200-ലധികം എംപ്ലോയീസ് ഉണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നും? സന്തോഷമാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാര്യം ചിലതൊക്കെ നിമിത്തമാണ്. വളരെ സന്തോഷത്തോടെ നിൽക്കണം. കാര്യം എനിക്ക് നമുക്കൊരു വിഷൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഒരു മിഷൻ ഉണ്ടാവും. കാര്യം ഇനി അടുത്ത 5 വർഷം എന്തായിരിക്കണം എന്ന് വ്യക്തമായൊരു ധാരണയോടാണ് ഞാൻ എൻ്റെ കമ്പനി നിർത്തിയേക്കുന്നത്. കാര്യം 2030 AGD എന്താണ്, AGD എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നൊരു വ്യക്തമായ ഫോർകാസ്റ്റിംഗ് ഉണ്ട്. ദൈവകൃപയാൽ അതിനുള്ള ടീം ഒക്കെ കൂടെയുണ്ട്. അത് നമ്മൾ ആബ്സെൻസിലും പ്രസൻസിലും അത് അങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം ചോദിക്കാൻ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. അപ്പോൾ വാപ്പച്ചിയുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആദ്യത്തെ സംരംഭം തുടങ്ങാൻ ലക്ഷങ്ങൾ തന്നു, അത് നഷ്ടപ്പെട്ടു പോയി, പിന്നീട് പലപ്പോഴായിട്ട് തിരിച്ചു കിട്ടി. രണ്ടാമത്തെ ബിസിനസ്സിലും നഷ്ടങ്ങളുണ്ടായി, പിന്നെ അത് തിരിച്ചു പിടിച്ചുകൊണ്ടിരുന്നു. മൂന്നാമത്തെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കി. ഇതിനകത്ത് എല്ലാത്തിനും ഒരു ഇക്വേഷൻ വരും, പണം. ഷഫീഖ് ജി പണത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? പണം ഒരു അനിവാര്യ ഘടകമാണ് ജീവിതത്തിൽ. അത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാനൊരു ഗ്രീഡി പേഴ്സൺ അല്ല. ഒരിക്കലും ഞാൻ പണത്തിന് പിന്നാലെ ഞാൻ ആ ഒരു ഗ്രീഡ്നെസ് എനിക്ക് കാണുന്നില്ല. പൈസ ആവശ്യമാണ്. പൈസ എപ്പോഴും എൻ്റെ ഫാദർ എനിക്ക് മിതത്വം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മോളോടും പഠിപ്പിക്കാറുണ്ട്. മിതത്വം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെൽഫ് ഫിനാൻസ് ഉണ്ടാവും. ഐ മീൻ ഒരു നമ്മൾ പറയത്തില്ലേ, സ്വാഭാവികമായിട്ടും നമ്മുടെ പേഴ്സണൽ പിയാൻഡല്ല ഫിനാൻസ് നമ്മൾ നോക്കിയിരിക്കണം. കാര്യം എത്രത്തോളം നമ്മുടെ ഫിനാൻഷ്യൽ നമുക്ക് കൺട്രോൾ ഉണ്ട് എന്ന് നമുക്കൊരു അറിവുണ്ടാവണം. അത് എൻ്റെ ഫാദർ എനിക്ക് പഠിപ്പിച്ചതാണ്. ഫാദറല്ല, ഗ്രാൻഡ് ഫാദറാണ് ആക്ച്വലി അതിൻ്റെ യഥാർത്ഥത്തിൽ കസ്റ്റോഡിയൻ. മൂപ്പരാണ് അത് ഗ്രാൻഡ് ഫാദറിലൂടെ എനിക്കത് കിട്ടിയിട്ടുണ്ട്. കാര്യം തീർച്ചയായിട്ടും നമുക്കൊരു സെൽഫ് ഡിസിപ്ലിൻ, പൈസ കൂടുമ്പോൾ നമുക്ക് ഡിസിപ്ലിൻ കൂടണം എന്ന് പറയണേ, അല്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് ഇപ്പോൾ സക്സസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരും. അത് തീർച്ചയായിട്ടും എനിക്കതുണ്ട്. ആ ഡിസിപ്ലിൻ എനിക്കുണ്ട്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എനിക്കുണ്ട്. 200 എംപ്ലോയീസ് ഉണ്ട്. എത്ര ടേൺ ഓവർ ചെയ്യുന്നുണ്ട്? അതൊരു കമ്പൽസറി ചോദ്യമാണ് സ്പാർക്കിൽ. കോടികളുടെ ടേൺ ഓവർ പറയുക എന്നുള്ളത് എല്ലാവരും താഴെ വന്ന് കമൻറ്റ് ചെയ്യും, കുറച്ചൊക്കെ തള്ളത്തില്ലെന്ന്. പക്ഷേ ഉള്ളതാണ് 1000+ ടേൺ ഓവർ ചെയ്യുന്നുണ്ട്. അപ്പം അതും ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. കാരണം ടേൺ ഓവർ കൂടുമ്പോൾ, ഇപ്പോൾ ഷഫീഖ് ജി പറഞ്ഞതുപോലെ തന്നെ, ടേൺ ഓവർ കൂടുമ്പോൾ പണത്തേക്കാൾ ഉപരി, നമ്മൾ ഏൺ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരുപാട് പേരുടെ ഹാപ്പി ഫേസസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് പേർക്ക് നമ്മളൊരു കാരണമാകുന്നുണ്ട് അവരുടെ സന്തോഷങ്ങൾക്ക്. അത് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഷഫീഖ് ജി, വളരെയധികം സന്തോഷം. വളരെ നല്ല സ്റ്റോറി, കുറേ ഇമോഷണൽ സ്റ്റോറി. ഈ ഒരു ലെഗസി ഇനിയും മുന്നോട്ട് കാത്തു സൂക്ഷിച്ചു പോകാൻ സാധിക്കട്ടെ. ഷഫീഖ് ജിക്ക് മാത്രമല്ല, അനീനും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. നാളെ
വാപ്പച്ചി ഉമ്മച്ചി രണ്ടുപേരും നിങ്ങളുടെ പേരിൽ അഭിമാനം കൊള്ളട്ടെ. 200 ഹാപ്പി ഫേസസിന് പകരം 2000 ഹാപ്പി ഫേസസ് ഉണ്ടാവട്ടെ. അതിന് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്ത് നേരെയാണ്. താങ്ക് യു സോ മച്ച്.